അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒഫീഷ്യലി നമ്മുടെ റിവിഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് വി വിൽ കോൾ ഇറ്റ് എസ് മാരത്തൺ കം റിവിഷൻ സെഷൻ. സോ എല്ലാ വട്ടവും നമ്മൾ ട്രിപ്പിളയുടെ റിവിഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ മിക്സ് ഓഫ് റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക് റിവൈസ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു പോകുന്നു. ആ രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ബട്ട് ദിസ് ടൈം ദർ വിൽ ബി എ സ്ലൈറ്റ് ഡിഫറൻസ്. സോ ബേസിക്കലി ഈ വട്ടം വരാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് പാർട്ട് ഓഫ് ദിസ് ഫസ്റ്റ് ഡേ സെഷൻ വി വിൽ ബി ഫോക്കസിങ് മോർ ഓൺ റിവിഷൻ. ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ റാൻഡം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസേഴ്സ് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. സോ 1 day ഓഫ് കംപ്ലീറ്റ് റിവിഷൻ ഫോളോഡ് ബൈ 3 days ഓഫ് ഇന്റൻസീവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നമ്മുടെ എല്ലാ സെഷൻസും കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം നമ്മൾ എല്ലാ ഏരിയസും റിവൈസ് ചെയ്തെത്തുമ്പോഴത്തേനും ടൈം എടുക്കും. സോ പ്രോബബ്ലി അവർ സെഷൻ വിൽ റേഞ്ച് ബിറ്റ്വീൻ ഒരു 2 to 3 hours എവറി ഡേ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടുതലും നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തിലായിരിക്കും, ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് മേലെ ആയിരിക്കും അപ്കമിങ് ഡേയ്സിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് അവൈലബിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. 25-26 റിവിഷൻ കിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് ത്രൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഓഫ് എക്സാം, അതുപോലെ തന്നെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്, ഈ കാര്യങ്ങളായിരിക്കും അതിനൊപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു അപ്രോച്ച് എടുക്കാനായിട്ടുള്ള ഒരു മേജർ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലൈവിൽ വെച്ച് തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ വായിക്കാൻ പറയുന്നു, നിങ്ങൾ ജസ്റ്റ് വേഗ് ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്നു. എല്ലാവരും വായിക്കുന്നുണ്ടാവണം എന്നില്ല, കുറച്ച് പേര് മാത്രം ക്വസ്റ്റ്യൻ വായിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, അപ്പൊ തന്നെ ഡിസ്കഷൻ നടത്തുന്നു. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്. അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ദർ ആർ സ്റ്റുഡൻസ് വിൽ ടേക്ക് മച്ച് മോർ ടൈം ടു റീഡ്, ഇന്റർപ്രിറ്റ്. ഇതിനൊക്കെ സമയം എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രോപ്പർലി ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ വി വിൽ ഡു വൺ തിങ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സെഷൻ്റെ അത് വിൽ ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ദ റിവിഷൻ. ബേസ്ഡ് ഓൺ ദാറ്റ് ഐ വിൽ ആസ്ക് യു ടു കംപ്ലീറ്റ് 2 50 മാർക്സ് ക്വസ്റ്റ്യൻ ഫോർ ടുമോറോ. അപ്പോൾ നിങ്ങൾ നാളെ ഇരുന്ന് അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ ഇരുന്ന് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ആ 2 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടേതായ രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ആൻഡ് വിൽ ഡിസ്കസ് ടുഗെദർ ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ നെക്സ്റ്റ് ഡേ സെഷൻ. സോ ദാറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. ആൻഡ് അതിൻ്റെ ശേഷമുള്ള സെഷനിലേക്ക് ഇപ്പോൾ 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ വി മൈറ്റ് ബി ഡൂയിങ് 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു 25 മാർക്സ് ഇൻ എ സിംഗിൾ ഡേ. അപ്പം അതും പ്രയർ ഡേ ഏതാണെന്നുള്ളത് പറഞ്ഞു തരും. നിങ്ങളത് ചെയ്യുക, എഴുതിയിട്ട് വരിക, ആൻഡ് വി വിൽ ഡിസ്കസ്. സോ ഇറ്റ് വിൽ ബി മോർ ഇഫക്റ്റീവ് ഫോർ യു ആസ് വെൽ. സോ ആ രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലടാ? ഓക്കെ ഓക്കെ. സോ വിൽ ബി ഫോളോയിങ് ദാറ്റ് അപ്രോച്ച് കേട്ടോ. അങ്ങനെ ആയിരിക്കും പ്രാവശ്യം ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് വി വിൽ ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ റിവിഷൻ. വി വിൽ റിവൈസ് ഓൾ ദി പോസിബിൾ ടോപ്പിക്സ് ടുഡേ ഇറ്റ്സെൽഫ്. ബട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേനും വെൻ യു ഗൈസ് ഫീൽ എക്സോസ്റ്റഡ്, ഇനി പറ്റൂല എന്നുള്ള ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ പ്ലീസ് ലെറ്റ് മീ നോ. വിൽ സ്റ്റോപ്പ് ദേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വി വിൽ ഡിസ്കസ് ദ റിമൈനിങ് ഏരിയ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ആസ് പോസിബിൾ നമുക്ക് ഇന്ന് തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഓൾറൈറ്റ്. സോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടാവുക. കഴിഞ്ഞ 2 മാസത്തിന് മേലെ നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്തു. നിങ്ങൾ നമ്മുടെ ക്ലാസ്സോ വേറെ ഏതെങ്കിലും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, സെൽഫ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് കുട്ടികൾ പുറത്തുനിന്നുള്ളവരുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്. സോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നിങ്ങളാണ് എന്നുള്ള ബേസിസിലാണ് നമ്മൾ സെഷൻ എടുക്കുന്നത്. ആൻഡ് ഇപ്പൊ നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, വി ഹാവ് അറൌണ്ട് 100 വീഡിയോസ് അപ്ലോഡഡ് നൗ, വിച്ച് ഈസ് ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 120 to 150 അവേഴ്സിന്റെ റെക്കോർഡിംഗ് ആണത്. ആൻഡ് വി ഹാഡ് ദ ലൈവ് സെഷൻ, അതിന്റെ റെക്കോർഡിംഗ് കൂടെയാണത്. സോ അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ബേസിസിനാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക, ബിക്കോസ് വി നീഡ് ടു കവർ എവറിത്തിങ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ വളരെ സ്പീഡ് കൂടി പോവുകയാണെങ്കിലോ പ്ലീസ് ലെറ്റ് മീ നോ. ഒന്ന് ഓവർ ദി ചാറ്റ് പറഞ്ഞാൽ മതി, വിൽ മാനേജ് ഇറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേടാ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ ട്രിപ്പിൾ എയുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു കൺസിഡർ വൈൽ ഡൂയിങ് ദ പേപ്പർ ട്രിപ്പിൾ എ എന്തായിരുന്നു റിപ്പീറ്റഡ്ലി നിങ്ങളോട് റേസ് ചെയ്തുകൊണ്ടിരുന്ന റിക്വസ്റ്റ്? അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്താ അത്? ആ, സ്റ്റാൻഡേർഡ്സ് നോക്കണം. ഓക്കെ,
അതാണ് വീണ്ടും റിക്വസ്റ്റ് ആയിട്ട് ഇപ്പോഴും പറയാനായിട്ടുള്ളത്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും റിവൈസ് ചെയ്യണം, വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദ പേപ്പർ ട്രിപ്പിൾ എ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ലാസ്റ്റ് ടൈം കുറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായി, അതിപ്പോൾ എന്താ പറയാ, സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്തു, ബട്ട് സ്റ്റിൽ കുറെ സ്റ്റാൻഡേർഡ്സ് ചോദിക്കൂല എന്ന് വിചാരിക്കും അവർ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. അതിലൊരു എക്സാമ്പിൾ ആണ് എംപ്ലോയ് ബെനിഫിറ്റ്സ്. ലാസ്റ്റ് ടൈം എംപ്ലോയ് ബെനിഫിറ്റ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ സെയിം as ദാറ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റൻ ചോദിക്കാം. എനി സ്റ്റാൻഡേർഡ് വിൽ ബി ടെസ്റ്റഡ്. നമുക്ക് അതിനൊരു പർട്ടിക്കുലർ ലിമിറ്റ് ഇല്ല, എന്തും ചോദിക്കാം. കാരണം നിങ്ങൾ SBR പ്രോപ്പർലി ചെയ്തു എന്നുള്ള ബേസിസിലാണ് എക്സാമിനർ ട്രിപ്പിളേക്കകത്ത് ക്വസ്റ്റൻസ് ചോദിക്കുക. സോ യു ഹാവ് ടു ഹാവ് പ്രോപ്പർ നോളജ് ഇൻ SBR. Okay, I repeat, not in just standards, in SBR, including basic accounts and SBR നെ കുറിച്ച് പ്രോപ്പർ നോളജ് വേണം. ആൻഡ് ഇഫ് എനിവൺ ലാക്സ് ദാറ്റ്, മേക്ക് ഷുവർ ദാറ്റ് അത് ഇനിയെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പോലും വിട്ട് കളയരുത്. എവ്രി സ്റ്റാൻഡേർഡ്, ഈച്ച് ആൻഡ് എവ്രി സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർലി SBRന്റെ സെഷൻസിന്റെ റെക്കോർഡിങ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു, റെക്കോർഡിങ്സ് ഒന്നും കണ്ട് സമയം കളയണമെന്നില്ല. നിങ്ങൾ പണ്ട് SBR പഠിക്കുന്ന സമയത്ത് ഏത് ഫാക്കൽറ്റിയുടെ ആണെങ്കിലും നിങ്ങൾ പഠിച്ച നോട്ട്സ് ഏതാണോ അത് വെച്ച് തന്നെ റിവൈസ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒന്ന് പഠിച്ചതായതുകൊണ്ട് തന്നെ പിന്നെ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് തന്നെ നോക്കിയാൽ മതി. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് എന്താണെങ്കിലും അത് റിവൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് ദ ഏരിയ ഓഫ് ട്രിപ്പിൾ എ. ട്രിപ്പിൾ എക്കകത്ത് നമുക്കറിയാം ബേസിക്കലി ഇറ്റ് കവേഴ്സ് ദ ഏരിയ ഓഫ് ബോത്ത് AA, SBR, ലോ ആൻഡ് ട്രിപ്പിൾ എ. ആൻഡ് ബേസിക്കലി നമുക്ക് ട്രിപ്പിൾ എക്കകത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ റിപ്പീറ്റഡ്ലി സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ തന്നെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. എസ്പെഷ്യലി കൺസിഡറിങ് ദ 50 മാർക്സ് ഏരിയ. 50 മാർക്സ് ഏരിയക്കകത്ത് നമുക്കറിയാം നമ്മളോട് മെയിൻലി ചോദിക്കാറുള്ള എന്തൊക്കെയായിരുന്നു? ദേ വിൽ ആസ്ക് അബൌട്ട് ഓഡിറ്റ് റിസ്ക്, അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചോദിക്കുന്നുണ്ടാവും? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്നുണ്ടാവും. പ്ലസ് ദേ മൈറ്റ് ബി ആസ്കിങ് അസ് അബൌട്ട് ദി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് വെൽ. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിന് പുറമെ നമുക്ക് ബിസിനസ് റിസ്കിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ പറയാറുള്ള ഏരിയ ആണ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളോട് എന്ത് ചോദിക്കാറുണ്ട്? എത്തിക്സിന്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും എക്സ്ട്രാ സ്റ്റാൻഡേർഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വരാം. അതിൽ നോർമലി ടെസ്റ്റ് ചെയ്യാറുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ISA 250യും അതേപോലെ തന്നെ ISA 240യും. അതായത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു ഫ്രോഡ് ആൻഡ് എററും, അതേപോലെ തന്നെ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ടു നോൺ കംപ്ലൈൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻസും. അപ്പം ഇത്രയാണ് നോർമലി നമുക്കിവിടെ വരാറുള്ളത് നോർമലി. സോ നമുക്ക് ഈ ഏരിയ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി സ്റ്റാർട്ടിങ് വിത്ത് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. നമുക്കറിയാം ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത് സ്റ്റിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത് ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ. കാരണം ലാസ്റ്റ് ഡേ ഓൾസോ കോടെ പേഴ്സണൽ മെസ്സേജ് അബൌട്ട് ദിസ്. സോ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 റിസ്ക്. ഏതൊക്കെയായിരുന്നു? ദേ വിൽ ബി ഇൻഹെറന്റ് റിസ്ക്, പിന്നെ എന്തൊക്കെയാണെന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേ? കൺട്രോൾ റിസ്ക് ഉണ്ടാവും, പിന്നെയോ എക്സാക്ട്ലി ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ 3 റിസ്കിന്റെ കോമ്പിനേഷനെയാണ് വിൽ കോൾ ഇറ്റ് as ഓഡിറ്റ് റിസ്ക്. ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്, കൺട്രോൾ റിസ്ക് ഉണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്. ഇത് 3 കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഓവറോൾ ഓഡിറ്റ് റിസ്ക് ഫോം ആവുന്നുണ്ടാവുക. ആൻഡ് വി നോ ദാറ്റ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയിൽ ചെന്നു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കമ്പനിയുടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷന്റെ ബേസിസിലോ അല്ലെങ്കിൽ അക്കൗണ്ട്സിനകത്തുള്ള ലിമിറ്റേഷൻസ് കാരണം കൊണ്ടോ അവരുടെ ബിസിനസിന്റെ നേച്ചർ കാരണം കൊണ്ടോ കോംപ്ലക്സ് ഗ്രൂപ്പ് സ്ട്രക്ചർ കാരണം കൊണ്ടോ ഒക്കെ ഒരു കമ്പനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. ബൈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കമ്പനി അവരുടെ റിലേറ്റഡ് കൺട്രോൾസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെ മിസ്റ്റേക്കിനുള്ള ചാൻസ് ആണോ ഉള്ളത് അതിനെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കാന്ന്. ശരിയല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് ഗ്രൂപ്പ് സ്ട്രക്ചർ, അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ അക്വിസിഷൻ ഡ്യൂറിംഗ് ദി ഇയർ, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ സ്റ്റാൻഡേർഡ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്, ഒരുപാട് എസ്റ്റിമേറ്റ്സ് എടുക്കുന്നു, കമ്പനീസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ്, ഇതൊക്കെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുക, വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. കൺട്രോൾ റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വീക്ക് ആയ കാരണം കൊണ്ട് ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് വരും. അപ്പം കമ്പനിയുടെ കൺട്രോൾസ് മോശമായ കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസിനെയാണ് കൺട്രോൾ റിസ്ക് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. ഇനി അതേ സ്ഥാനത്ത് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ദിസ് ഈസ് എ വൺ ആൻഡ് ഓൺലി റിസ്ക് ദാറ്റ് അറൈസസ് ഫ്രം ദ സൈഡ് ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്ററായി നമ്മൾ
നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കാരണം കൊണ്ട് കറക്റ്റായ ഒപ്പീനിയൻ കൊടുക്കുന്നില്ല. മേ ബി സാമ്പിളിംഗ് റിസ്ക് ആവാം, നമ്മൾ തെറ്റായ സാമ്പിൾസ് ചൂസ് ചെയ്ത കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ നോൺ സാമ്പിളിംഗ് റിസ്ക് ആവാം, സാമ്പിളിന്റെ എറർ കാരണം കൊണ്ടല്ല, അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും അശ്രദ്ധമായിട്ട് ചെയ്തുകൊണ്ടാവാം. അതായത് നമ്മൾ പ്രോപ്പർലി ശ്രദ്ധിക്കാതെ ചെയ്യാണ്, അപ്പൊ അത് കാരണം കൊണ്ടാവാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു, ബട്ട് സംതിങ് വെൻ റോങ്, മിസ്റ്റേക്ക് വന്നു, അവിടെ എറർ വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്റൻഷനലി വരുത്തുന്ന കാര്യങ്ങളാവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എഫ് എസിനകത്ത് ഉള്ള മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ആണ്, അവിടെ നമ്മൾ ഡിറ്റക്ഷൻ റിസ്ക്കും പറയാറുണ്ട്, ഇൻഹെറന്റ് റിസ്ക്കും പറയാറുണ്ട്. ഇപ്പൊ ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പറയും ദർ ക്യാൻ ബി ചാൻസസ് ദാറ്റ് പ്രീവിയസ് ഇയർ ക്ലോസിംഗ് ബാലൻസുമായിട്ട് നമുക്ക് ഫെമിലിയർ അല്ല. സോ കറന്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ് അവർ കറക്റ്റ് ആയിട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദാറ്റ്സ് ആൻ ഇൻഹെറന്റ് റിസ്ക്. അതേ സ്ഥാനത്ത് വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ ക്ലയൻസ് അക്കൗണ്ടിംഗ് പോളിസീസ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ്. സോ we might not be able to identify a mistake in the financial statements. So which comes under the category of detection risk. So അവിടെ ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ തന്നെ മൾട്ടിപ്പിൾ റിസ്കിലേക്ക് ലീഡ് ചെയ്യാം. അല്ല, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ നടക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട്, ആൻഡ് ദേ ഹാവ് ട്രാൻസ്ഫേർഡ് ദ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ഇൻവെന്ററി ഫ്രം ദ ഓൾഡ് സിസ്റ്റം ടു ദ ന്യൂ സിസ്റ്റം. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് പറയാറുണ്ട്? ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഡിറ്റക്ഷൻ റിസ്ക്. കാരണം പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് ഡേറ്റ മാറ്റുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ ഡേറ്റയും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് സഫീഷ്യന്റ് എവിഡൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഡിറ്റക്ഷൻ റിസ്ക്. അതേപോലെ തന്നെ അവിടെ കൺട്രോൾ റിസ്ക് ഉണ്ട്. ബിക്കോസ് വെൻ ദ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം എൻ ഓൾഡ് സിസ്റ്റം ടു എ ന്യൂ സിസ്റ്റം, adequate control have to be taken while transferring the data. If not, there will be possibility of omission or duplication. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള റിസ്കുകളെയാണ് കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യത്രേ ഉള്ളൂ, എക്സാമിന് ചോദിച്ചേക്കുന്നത് ഓഡിറ്റ് റിസ്ക് ആണോ അതോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നോക്കണം. കാരണം ഇൻഹെറന്റ് റിസ്കിനെയും കൺട്രോൾ റിസ്കിനെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന്. So if the question is about risk of material misstatement, you should mention only inherent risk and control risk. വേറെ ഒരു വ്യത്യാസമില്ല. ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല when you get a question on risk of material misstatement. അതേ സ്ഥാനത്ത് when you get a question on audit risk, you need to include detection risk as well. That makes a difference. Clear ആയോ? Is that clear everyone? Yes. Okay. Yes, sir. Simple ആയിട്ട് ഇത്രയും ചെയ്താൽ മതി. If you're getting question on risk of material misstatement, ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്തെ എല്ലാം ഡിറ്റക്ഷൻ റിസ്കിന്റെ പോയിന്റ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒഴിവാക്കി കളയുക. ആൻഡ് യു ഓൺലി നീഡ് ടു ഇൻക്ലൂഡ് അബൌട്ട് ദി ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക് ദാറ്റ് അറൈസസ് ദെയർ. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങുന്നതിന് മുന്നേ റിക്വയർമെന്റ് നോക്കുക, നിങ്ങളോട് ചോദിച്ചേക്കുന്നത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണോ അതോ ഓഡിറ്റ് റിസ്ക് ആണോ എന്ന്. കാരണം സപ്പോസ് എങ്ങാനും നിങ്ങളോട് ചോദിച്ചേക്കുന്ന ആരംഭമാണ്, നിങ്ങൾ അവിടെ കൊണ്ട് ഡിറ്റക്ഷൻ റിസ്കിന്റെ പോയിന്റ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുകയില്ല, വെറുതെ അത്രയും ടൈം പോകും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് എപ്പോഴും നോക്കിയിട്ട് മാത്രം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഓഡിറ്റ് റിസ്ക് ഓർ ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്, അവിടെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ഇതിനെ എടുക്കാം. Category number 1, we used to mention that there are some set of audit risk or risk of material misstatement without accounting treatment. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ജനറൽ ആയിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ there will be audit risk or risk of material misstatement with accounting treatment. We'll call it a specific risk. ഇങ്ങനെ രണ്ട് കാറ്റഗറി ഓഫ് റിസ്ക് ഉണ്ടാവും. അതായത് ട്രീറ്റ്മെന്റുകൾ വെച്ച് പറയേണ്ട റിസ്കുകൾ ഉണ്ടാവും, ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് പറയേണ്ട റിസ്കുകൾ ഉണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് പറയേണ്ട റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും ആദ്യം സംസാരിക്കുന്നുണ്ടാവുക ആ റിസ്ക് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഇതിനെ പറയാം, സോ ദാറ്റ് നിങ്ങൾക്ക് അത് പെട്ടെന്ന് അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിരുന്നൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. സപ്പോസ് കൺസിഡർ ദാറ്റ് നിങ്ങളോട് പറയാണ്, ഒരു കമ്പനി ഒരു കസ്റ്റമറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. അതിൻ്റെ കോൺട്രാക്ട് പ്രകാരം നമ്മൾ കസ്റ്റമറിന്റെ വെയർ ഹൗസിലേക്ക് ഗുഡ്സ് ഷിപ്പ് ചെയ്യണമായിരുന്നു. പക്ഷേ കമ്പനി ഗുഡ്സ് ഷിപ്പ് ചെയ്തേക്കുന്നത് തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കാണ്, കസ്റ്റമറിന്റെ ഈ വെയർ ഹൗസിന്റെ പണി കഴിയാത്തതുകൊണ്ട്. ബട്ട് കമ്പനി
പറയുന്നു പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയി എന്ന്. 17 മില്യൺ ആണ് റവന്യൂ എന്ന് പറയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലായിരുന്നു ഇത്. ഓക്കെ, റോക്കറ്റ് എന്ന് പറഞ്ഞ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് വരുന്ന ഏതാ സ്റ്റാൻഡേർഡ് IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് ആണ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ ആ 17 മില്യൺ എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്ന് വേണം നമ്മൾ ആദ്യം പറയാൻ. അപ്പം മെറ്റീരിയൽ ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ആദ്യം തന്നെ മെറ്റീരിയാലിറ്റിനെ കുറിച്ച് എഴുതുന്നുണ്ടാവും. സോ നാളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നോക്കാം. സോ മെറ്റീരിയൽ ആണോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം ആദ്യമേ പറയേണ്ടി വരിക? നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്സാമിനർ ഏത് ബെഞ്ച് മാർക്ക് ആണ് പറഞ്ഞേക്കുന്നത് നോക്കണം. നമുക്കറിയാം പണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങളോട് എക്സാമിനർ പറയുന്ന ബെഞ്ച് മാർക്ക് ഏതാണ് കൃത്യം അത് തന്നെ യൂസ് ചെയ്യണം. ബട്ട് നോർമലി നമുക്ക് SOFPയുടെ ബേസിസിലും SOPLന്റെ ബേസിസിലും അവൈലബിൾ ആയിട്ടുള്ള ബെഞ്ച് മാർക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും എനിക്ക് എക്സാമിന് പറയാം. ഏതൊക്കെയായിരുന്നു? പ്രോഫിറ്റ്, പിന്നെ റവന്യൂ, ഗ്രോസ് പ്രോഫിറ്റ്, ടോട്ടൽ അസറ്റ്, നെറ്റ് അസറ്റ് അല്ലേ. പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് ആയിരുന്നു പറയല്? പ്രോഫിറ്റിന്റെ 5% to 10% ആയിരിക്കും. റവന്യൂന്റെ 0.5% to 1% ആണ്. നെറ്റ് അസറ്റ്സിന്റെയോ ഗ്രോസ് പ്രോഫിറ്റിന്റെയോ 0.5% to 1% ആയിരിക്കും. ടോട്ടൽ അസറ്റിന്റെ 1% to 2%. നെറ്റ് അസറ്റ്സിന്റെയോ 2% to 5%. ഇങ്ങനെയായിരിക്കും നമ്മുടെ ബെഞ്ച് മാർക്ക് റേഞ്ച് വരുന്നുണ്ടാവുക. ഇതിന് പുറമെ നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ അഡീഷണൽ എന്തും കൺസിഡർ ചെയ്യണം. നേച്ചറിന്റെ ബേസിസിൽ മെറ്റീരിയൽ ആണെന്ന് നോക്കണം. നേച്ചറിന്റെ ബേസിസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയായിരിക്കും നോക്കുന്നുണ്ടാവുക? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ട്രാൻസാക്ഷൻ വിത്ത് പേരന്റ് കമ്പനി, സബ്സിഡറി, അസോസിയേറ്റ്, ജോയിന്റ് വെഞ്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെയോ is there any matters which affects the going concern ability of the company? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം നമ്മൾ പറഞ്ഞു. സോ അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിരുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പൊ എക്സാമിനർ നമ്മളോട് പറയും ഏത് ചൂസ് ചെയ്യണം എന്ന്, അത് തന്നെ നമ്മൾ പിക്ക് ചെയ്താൽ മതി. ബട്ട് നമ്മൾ പറഞ്ഞു പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല 5% or 10% ഏതെടുക്കാമെന്ന് തീരുമാനിക്കരുത്. പകരം കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. പ്രോഫിറ്റ് 1 മില്യൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയാലിറ്റി റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. 1 മില്യന്റെ 5% വിച്ച് ഈസ് 50,000 ടു നമ്മുടെ അതിന്റെ 10% വിച്ച് ഈസ് 100,000. അപ്പം 50,000 വേണോ 100,000 വേണോ എന്നുള്ളതാണ് നമ്മുടെ കോളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അവിടെ നമ്മൾ പറഞ്ഞു 50,000 വേണോ 100,000 വേണോ എന്നുള്ളത് നമ്മൾ എന്തിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ എന്തൊക്കെ നോക്കണം? ന്യൂ ക്ലൈന്റ് ആണോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെയോ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഒന്ന് വേഗം പറഞ്ഞേ. മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കുക. ഗുഡ് മാനേജ്മെന്റ് ബയസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെയോ ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ ഈ ഫാക്ടേഴ്സിന്റെ എക്സിസ്റ്റൻസിനനുസരിച്ചായിരിക്കും നമ്മൾ അപ്പർ വേണോ ലോവർ വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ബട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇൻ കേസ് എങ്ങാനും അതൊരു ന്യൂ ക്ലൈന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റോ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് തന്നെ ചൂസ് ചെയ്യണം? ലോവർ ലിമിറ്റ് തന്നെ ചൂസ് ചെയ്യണം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ക്ലൈന്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് വിൽ ഗോ ഫോർ ദ അപ്പർ ലിമിറ്റ്. എന്നിട്ട് ഈ ഓരോ ഫാക്ടേഴ്സിന്റെ എക്സിസ്റ്റൻസിനനുസരിച്ച് ആ ലിമിറ്റ് എന്ത് ചെയ്യുക? കുറച്ച് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മെറ്റീരിയാലിറ്റി ജസ്റ്റിഫൈയും ചെയ്യുന്നുണ്ടാവണം ഏറ്റവും ആദ്യമേ തന്നെ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള നാളെ നമുക്ക് കൃത്യം നോക്കാം. നോർമലി ഇങ്ങനെയായിരിക്കും ചെയ്യുക. മെറ്റീരിയാലിറ്റി റേഞ്ച് പറയും, ഏതിന്റെ ബേസിസിലാണെന്നുള്ളത് പറയും. ദെൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത മെറ്റീരിയാലിറ്റി എമൗണ്ട് പറയും, അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തെന്നുള്ള ജസ്റ്റിഫിക്കേഷൻ പറയും. മെറ്റീരിയാലിറ്റി ഇനീഷ്യലി സെറ്റ് ചെയ്തതാണ്, ത്രൂ ഔട്ട് ദ ഓഡിറ്റ് റിവ്യൂയും വെനവൻ നെസസറി റിവൈസ് ചെയ്യണം എന്നുള്ള കഥയും പറയണം. അപ്പൊ ഇത്രയായിരിക്കും മെറ്റീരിയാലിറ്റി പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ടാവുക. ബട്ട് ഓരോ റിസ്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ പിന്നെയും ഫുൾ മെറ്റീരിയാലിറ്റി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ത്രഷോൾഡ് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതോടെ ന്യൂ ക്ലൈന്റ് ആൻഡ് ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് ആണ്, അങ്ങനെയാണ് നമ്മൾ 50,000 എടുത്തു. അങ്ങനെയാണ് ഓരോ മിസ്റ്റേറ്റ്മെന്റും 50,000 മേലെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയാലിറ്റി ആയിരിക്കണം റിസ്കിന്റെ അകത്ത് ആദ്യമേ എഴുതുന്നുണ്ടാവുക. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ആ അക്കൗണ്ടിങ്
ട്രീറ്റ്മെന്റ് എന്താന്നുള്ള കാര്യം പറയണം. ബട്ട് അത് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക, യു നീഡ് ടു ഓൾവേസ് മെൻഷൻ ദ സ്പെസിഫിക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അതേപോലെ തന്നെ നമ്മൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്പെസിഫിക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ തന്നെ റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അതായത് അവിടെ ശരിക്കും വേണ്ടി വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഏതാണോ അത് തന്നെ പറയാ, എത്രയാണോ റിക്വയർഡ് ആയിട്ട് വേണ്ടത് അത് മാത്രം പറയാം. ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കസ്റ്റമറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു, കസ്റ്റമറിന്റെ വെയർ ഹൗസിലേക്ക് പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാന്നാ പറഞ്ഞത്, പക്ഷെ തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് എ സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അപ്പൊ അവിടെ യു ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ ഓൺലി അബൌട്ട് ദി ബേസിക് റവന്യൂ റെക്കഗ്നേഷൻ ആസ് പെർ IFRS 15. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള 5 സ്റ്റെപ്പ് മോഡലിനെ കുറിച്ചോ കഥകളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ദിസ് ഈസ് വോട്ട് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ്. അതായത് whenever you give answers, you only need to give required treatment and you should give required treatment. If the question asks you about multiple performance obligation, you should mention about the multiple performance obligation case. Revenue recognition 5-step model തന്നെ പറയേണ്ടി വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, റിക്വയർഡ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം ആൻസറിൽ പറയാം, എക്സസ് ആയിട്ട് എഴുതണ്ട, എന്ന് അഡിക്വേറ്റ് ആയിട്ടുള്ള എഴുതുകയും ചെയ്യണം. മൂന്നാമെന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ദിസ് ഈസ് വെയർ എവ്രി വൺ ലൂസസ് യുവർ മാർക്ക്. അതായത് ആൻസർ എഴുതുന്ന സമയത്ത് എക്സാമിനർ പറയുന്ന 2 സ്ഥലത്താണ് മാർക്ക് പോകുന്നതെന്നാണ്. ഒന്ന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. എക്സാമിനർ എപ്പോഴും പറയുന്ന കേസാണ്, എക്സാമിനർ ഇസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻസ്. നൺ ഓഫ് ദി സ്റ്റുഡൻസ് ഹാവിംഗ് പ്രോപ്പർ നോളജ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റുഡൻസ് എപ്പോഴും സ്റ്റാൻഡേർഡ്സ് തെറ്റിക്കുന്നു, SBR റിവൈസ് ചെയ്യുന്നില്ല എന്നാണ് എക്സാമിനർ പറയുന്ന ഒരു കമന്റ്. ഏറ്റവും കൂടുതലായിട്ട് എക്സാമിനർ പറയുന്ന കമന്റ് ആണ്, ആൻസേഴ്സ് ആർ നോട്ട് സ്പെസിഫിക് ടു ദ സിനാരിയോ, ആൻസേഴ്സ് ആർ നോട്ട് ടൈലർഡ് ഫോർ ദ സിനാരിയോ, സ്റ്റുഡൻസ് ആർ ജസ്റ്റ് ഗിവിംഗ് ജനറൽ ആൻസേഴ്സ്. ഇതാണ് എക്സാമിനർ എപ്പോഴും പറയുന്ന റിപ്പോർട്ട്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വെന്റ് റോങ് എന്നുള്ളതാണ് പറയേണ്ടത്. അതായത് സിനാരിയോക്കകത്ത് എന്താണ് തെറ്റായിട്ട് സംഭവിച്ചതെന്ന്. അത് പറയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, യു ഹാവ് ടു ഇൻക്ലൂഡ് സിനാരിയോ റിലേറ്റഡ് ഡീറ്റെയിൽസ്. സിനാരിയോക്കകത്തുള്ള ഡീറ്റെയിൽസ് എടുക്കണം, പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി മിക്സപ്പ് ചെയ്ത് പറയണം. സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറഞ്ഞാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പം സിനാരിയോക്കകത്തു നിന്നുള്ള ഡീറ്റെയിൽ എന്താണോ അത് പ്രോപ്പർലി പിക്ക് ചെയ്യണം. സിനാരിയോക്കകത്തുള്ള ഡീറ്റെയിൽ പിക്ക് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ആൻഡ് ഫൈനലി വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ FS, ആ FSന് മേലെ വരുന്ന ഇമ്പാക്ട് എന്താന്നുള്ളത് പറയാം. അവിടെയും സ്പെസിഫിക് ഇമ്പാക്ട് എന്താന്ന് പറയണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടോക്കിംഗ് അബൌട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, അവിടെ നിങ്ങൾ റിസർച്ച് എക്സ്പെൻസസ് വിൽ ബി അണ്ടർസ്റ്റേറ്റഡ് ആൻഡ് റിലേറ്റഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അവിടെ ഒരു ഇപ്പം എന്താ പറയാ, ഏതെങ്കിലും ഇൻടാഞ്ചിബിൾ ആയിട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ ഇൻടാഞ്ചിബിൾ തന്നെ ഓവർ സ്റ്റേറ്റഡ് ആയി എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പം ഇംപേയ്മെന്റ് എക്സ്പെൻസസ് കാണിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് അസറ്റ് എന്ന് പറയുന്നതിന് പകരം ഏതാണോ സ്പെസിഫിക് അസറ്റ്, ഇപ്പൊ വെഹിക്കിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ ദ ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് വെഹിക്കിൾ വിത്തിൻ PPE ആൻഡ് അണ്ടർസ്റ്റേറ്റഡ് റിലേറ്റഡ് ഇംപേയ്മെന്റ് എക്സ്പെൻസസ് എന്ന് തന്നെ പറയാം. അപ്പോൾ സ്പെസിഫിക് ഏരിയ ഏതാണോ അത് തന്നെ പറയാം. അതാണ് ഇമ്പാക്ട് ഓൺ FS ആയിട്ട് പറയേണ്ടത്. അപ്പം ഞാൻ ക്ലാസ് എടുത്ത സമയത്തും ഇവിടെ ഒരു വേഴ്സ്റ്റ് ആൻസറും ബെസ്റ്റ് ആൻസറുമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറഞ്ഞു തന്നിരുന്നു. ഇപ്പൊ നമ്മൾ ഈ സിനാരിയോ തന്നെ എടുക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വേഴ്സ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, 17 മില്യൺ മെറ്റീരിയൽ ആണെന്ന് വെച്ചു. അപ്പൊ നമ്മളിങ്ങനെ പറയാണ്, ദ എമൗണ്ട് ഓഫ് 17 മില്യൺ റിലേറ്റിംഗ് ടു ദ സെയിൽസ് ട്രാൻസാക്ഷൻസ് റെപ്രസെന്റ് എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആസ് ഇറ്റ് ഈസ് അബവ് ദ മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് ഓഫ് 3 മില്യൺ. As per IFRS 15, revenue from contracts with customers, revenue should be recognized only when the performance obligation relating to the contract are satisfied. Until then, it need to be treated as deferred income. However, there can be chances that the company might have recognized the revenue, which may result in overstated revenue and understated deferred income. ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ആ സിനാരിയോനൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. സിനാരിയോ എവിടെയോ നിൽക്കുന്നു, നിങ്ങൾ വേറെ എവിടെയോ നിൽക്കുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് തരില്ല എന്നാണ് എക്സാമിനർ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വെനെവർ യു ഗീവ് യുവർ ആൻസർ, യു നീഡ് ടു കോപ്പി ഡേറ്റ ഫ്രം ദ സിനാരിയോ. അതൊരിക്കലും നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡൂ ദ കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻ, പക്ഷെ റിസ്കിന്റെ എലമെന്റ് തന്നെ കൃത്യമായിട്ട് എടുത്ത് കൊടുക്കുക. ആൻഡ് മോറോലെസ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, സിനാരിക്കത്തുള്ള ഡേറ്റ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവണം. യു നീഡ് ടു ഗീവ് ആൻസർ ടൈലർഡ് ടു ദ സിനാരിയോ എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മളിവിടെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതാൻ? Again, we repeat, as per IFRS 15, revenue from contracts with customers, revenue should be recognized only when the performance obligation relating to the contract are satisfied. Until then, it should be recognized as deferred income. എന്നിട്ട് പറയാം, during the year, company have signed contract with 2 of the customers
and under the contract, the company have agreed to deliver goods to customer warehouse, but the goods have been delivered to third-party warehouse. Therefore, the performance obligations are not satisfied, and revenue should not be recognized immediately. Instead, it need to be treated as deferred income. However, the management claims that they have already satisfied the performance obligation. Therefore, there can be chances that the company might have recognized the revenue, which may result in overstated revenue and understated deferred income. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക റിസ്ക്. ക്ലിയർ ആയോ? Is that clear, everyone? ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? സിനാരിയോക്കകത്തുള്ള ഡേറ്റ എന്താണോ ആ സിനാരിയോക്കകത്തുള്ള ഡേറ്റ വെച്ച് തന്നെ പറയാം. ഒരുപാട് അസംഷൻസ് ഇടരുത്. സിനാരിയോക്കകത്ത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ അവിടെ റിസ്ക് എലമെന്റ് പിക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കമ്പനി ഒരു അസറ്റ് വാങ്ങിച്ചു, അവിടെ ഇൻഡിക്കേറ്റർ ഓഫ് ഇംപേയ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുക. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറയാണ് കമ്പനി ഒരു അസറ്റ് വാങ്ങിച്ചു, പക്ഷെ കമ്പനി ഉദ്ദേശിച്ച അത്രയും ബെനിഫിറ്റ് അസറ്റിൽ നിന്ന് വരുന്നില്ല. സോ ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇംപേയ്മെന്റ്. സോ യു ക്യാൻ ടോക്ക് അബൌട്ട് ദി ഇംപേയ്മെന്റ് ചാർജസ്. ബട്ട് കമ്പനി ഒരു അസറ്റ് വാങ്ങിച്ചു, അവിടെ ഡിപ്രിസിയേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. And there is no element that shows there is an indicator of impairment. അങ്ങനെയാണ് you need not mention anything relating to the impairment എഴുതിയാൽ നമുക്ക് പോയിന്റ് കിട്ടൂല. Because we'll be identifying only significant risk. അവിടെ ശരിക്കുള്ള കമ്പനിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പൊ അസംഷൻ ഇട്ട് എഴുതി പോകരുത്. എന്തെങ്കിലും സിനാരിയോയിൽ ഐഡന്റിഫിക്കേഷൻ ഉള്ള എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാവുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നമ്മളോട് റിസ്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മളവിടെ എന്തൊക്കെ പറയണം? മെറ്റീരിയൽ ആണോ എന്ന് പറയാം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, റിക്വയർഡ് ട്രീറ്റ്മെന്റ് മാത്രം എഴുതാം, വാട്ട് വെൻ റോങ് പറയണം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയണം. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ റിക്വയർഡ് ട്രീറ്റ്മെന്റ് എഴുതാം, വാട്ട് വെൻ റോങ് പറയുമ്പോൾ സിനാരിയും ട്രീറ്റ്മെന്റും മിക്സപ്പ് ചെയ്ത് തന്നെ പറയണം. ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എഴുതുമ്പോൾ സ്പെസിഫിക് ഇമ്പാക്ട് തന്നെ എഴുതണം. ക്ലിയർ ആയോ? സോറി, വാട്ട് വെന്റ് റോങ് കഴിഞ്ഞിട്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എഴുതിയ മാർക്ക് ലൂസ് ആവും? അങ്ങനെയല്ലടാ, നമ്മളവിടെ മാച്ച് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് എന്താണോ വേണ്ടത് അതിൻ്റെ അകത്ത് എന്ത് തെറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇവൻ എക്സാമിനർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, whenever you get a scenario, you should not try to identify the risk from the scenario. Instead, you need to understand the treatment required and you should consider what will go wrong there എന്ന് അവർ പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എപ്പോഴും ഒരു സിനാരിയോ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? റിസ്ക് ആയിട്ട് ട്രേസ് ചെയ്യാൻ നോക്കരുത്. പകരം അവിടെ എന്താണ് ശരിക്കും വേണ്ട ട്രീറ്റ്മെന്റ് എന്നുള്ളത് നോക്കുക, ആൻഡ് അവിടെ എന്താണ് ശരിക്കും നടക്കാത്തത് നോക്കുക, എന്നിട്ട് അത് റിസ്ക് ആയിട്ട് എഴുതുക. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ. ഇനി ജനറൽ റിസ്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ സ്പെസിഫിക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സിനാരിയോക്കകത്ത് നമുക്ക് സംതിങ് വിൽ ഗോ റോങ് എന്ന് തോന്നുന്നത് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക. സോ യു നീഡ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ റിസ്ക്. രണ്ടാമത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു നീഡ് ടു എക്സ്പ്ലെയിൻ. നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം വൈ ഇറ്റ്സ് എ റിസ്ക് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ എഫേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണോ ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ളത് പറയാം. ആൻഡ് നോർമലി നമുക്ക് അവിടെ സ്പെസിഫിക് ആയിട്ട് ഇന്ന അക്കൗണ്ട് അഫക്റ്റഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓവറോൾ ഇമ്പാക്ട് ആയിരിക്കും നോർമലി എഴുതുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇപ്പം സിനാരിയോക്കകത്ത് കുറേ ഏരിയയിൽ പറയുന്നുണ്ട് കമ്പനി ഒരു പുതിയ ബാങ്ക് ലോൺ എടുക്കാൻ പോവാണെന്ന്. അപ്പം കമ്പനി ഒരു പുതിയ ബാങ്ക് ലോൺ എടുക്കാൻ പോകുന്നു, ഡയറക്ടേഴ്സിന് ബോണസ് കൊടുക്കുന്നത് കമ്പനിയുടെ റവന്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെ പ്രോഫിറ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്താൻ പോകുന്നു, കമ്പനി ലിസ്റ്റഡ് ആവാൻ പോകുന്നു, കമ്പനി ഒരു ബോറോയിങ് നടത്താൻ പോവാണ് ഒരു ക്രെഡിറ്ററിന്റെ അടുത്തുനിന്ന്. ഇനി അതേപോലെ തന്നെ കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനെ കുറിച്ച് പറയാണ്. കമ്പനി ഒരു വലിയ ലോൺ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ആ ലോണുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് കോവനൻസ് മീറ്റ് ചെയ്യാനുണ്ട്, മിനിമം ഇത്ര പ്രോഫിറ്റ് ടാർഗറ്റ് വേണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ കാണുവാണെങ്കിൽ ദാറ്റ്സ് എ ജനറൽ റിസ്ക്. കാരണം എന്താ, അവിടെയൊക്കെ കോമൺ ആയിട്ടൊരു എലമെന്റ് ആണുള്ളത്, കമ്പനി ഹാസ് എ ടാർഗറ്റ് ടു അച്ചീവ്. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാനേജ്മെന്റ് മൈറ്റ് ബി ബയാസ്ഡ്. മാനേജ്മെന്റ് ഇന്റൻഷനലി എന്ത് ചെയ്യാൻ വരും നോക്കും, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂട്ടിക്കാണിച്ച് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് റിസ്ക് എന്തായിരിക്കും അതിനെ ബേസ് ചെയ്ത്? ഇപ്പം പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ റവന്യൂ ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ദ റവന്യൂ ഓഫ് ദി കമ്പനി മൈറ്റ് ബി ഇന്റൻഷനലി ഓവർ സ്റ്റേറ്റഡ്. അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് കോവനൻസ് ബേസ്ഡ് ഓൺ ടോട്ടൽ അസറ്റ് ആണ്, അങ്ങനെയാണ് കമ്പനി ടോട്ടൽ അസറ്റിന്റെ വാല്യൂ കൂട്ടി കാണിക്കാൻ ശ്രമിക്കും. ആ രീതിയിലായിരിക്കും നമ്മൾ റിസ്ക് പറയുന്നുണ്ടാവുക. ഇനി മറ്റൊരു ജനറൽ റിസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നത് കമ്പനിയിൽ പുതിയതായിട്ട് ഒരു ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു, ആൻഡ് ദേ വിൽ ബി സിറ്റുവേഷൻ വേ സിനാരിയോക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ ഫിനാൻസ് ഡയറക്ടർ തന്നെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചതിനെ കുറിച്ച്, ദാറ്റ് ഹി മൈറ്റ് ഹാവ് സജസ്റ്റഡ് സം റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. അപ്പം അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിസ്ക് പറയാൻ പറ്റും ദാറ്റ് ദി
ഫിനാൻസ് ഡയറക്ടർ ലാക്ക് സഫീഷ്യന്റ് എക്സ്പീരിയൻസ് ആസ് ഇത് ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ഡ്യൂ ടു വിച്ച് ദർ ക്യാൻ ബി ചാൻസസ് ആൻഡ് കമ്പനിയിൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാം. സോ ദിസ് ഈസ് വോട്ട് വി കൺസിഡർ എസ് ദ ജനറൽ റിസ്ക്. അത് നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ജനറൽ റിസ്ക് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. യു നീഡ് ടു എക്സ്പ്ലെയിൻ വൈ ഇറ്റ്സ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റിസ്ക് ആൻഡ് അത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന പോകുന്ന ഇമ്പാക്ട് എന്താണ്, ഓവറോൾ ഇമ്പാക്റ്റും പറയാം. ക്ലിയർ ആയോ? പെർഫെക്റ്റ്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ റിസ്ക് പിക്ക് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. എടാ എല്ലാവരും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആൻസറോ റിവിഷൻ കിറ്റിലെ ആൻസേഴ്സോ ബൈഹേർട്ട് ചെയ്ത് എഴുതരുത്. നമ്മളോട് എപ്പോഴും എക്സാമിനർ പറയുന്ന ഒരു കാര്യമാണ്, വാട്ട് എവർ യു റൈറ്റ് അത് എക്സാമിനർ കൺസിഡർ ചെയ്യും. ഇഫ് യുവർ ജസ്റ്റിഫിക്കേഷൻ ഇസ് അപ്രോപ്രിയേറ്റ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബട്ട് ഇഫ് യു കോപ്പി പേസ്റ്റ് സംതിങ് ബേസ്ഡ് ഓൺ യുവർ റിവിഷൻ കിറ്റ്, ബേസ്ഡ് ഓൺ യുവർ ലെക്ചർ നോട്ട്, അതുകൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസേഴ്സ് നള്ളിഫൈഡ് ആവും. ഐ ഹോപ്പ് എവ്രി വൺ നോ അബൌട്ട് ദാറ്റ് ഫാക്ടർ. നള്ളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ആൻസേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് ദേ ഓൾസോ യൂസ് AI. അപ്പോൾ അവിടെ അൺയൂഷ്വൽ ആയിട്ടൊരു പാറ്റേൺ ഓഫ് ആൻസർ എല്ലാവരുടെയും ആൻസേഴ്സ് റിഫ്ലക്റ്റ് ആവുകയാണ്. സോ എക്സാമിനർക്ക് അറിയില്ല നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണോ അല്ലേ ഒന്ന്. സോ വി ഹാവ് ലേൺഡ് ഇൻ ദ പേപ്പർ about the disclaimer of opinion which an auditor expresses when there is lack of evidence. ഇതേപോലെ തന്നെ എക്സാമിനർ ചെയ്യുന്ന ഒരു കാര്യമാണ് നള്ളിഫൈഡ് ആക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല, അപ്പോൾ നിങ്ങളൊരു മാൽ പ്രാക്ടീസ് ചെയ്ത പോലെ അവർക്ക് തോന്നുന്നു, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു പ്രൂവ് ദാറ്റ്. അപ്പോൾ അവർ പറയുന്നില്ല നിങ്ങൾ കള്ളത്തരം കാണിച്ചു എന്ന്, പക്ഷെ എക്സാമിനർ പറയാണ് വി ആർ ഇൻവാലിഡേറ്റിംഗ് ദിസ് അറ്റംപ്റ്റ്. അപ്പോൾ നിങ്ങൾ ആ അറ്റംപ്റ്റിൽ എക്സാം എഴുതിയതായിട്ട് ഒരു ട്രേസസും എവിടെ ഉണ്ടാവില്ല. ബട്ട് അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ, വിൽ ലൂസ് 3 months. അതേപോലെ തന്നെ നമ്മൾ അടച്ച പൈസയും പോകും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് അവോയ്ഡ് ഡൂയിങ് കോപ്പി പേസ്റ്റ്. അതെ, കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്നുള്ള കോപ്പി പേസ്റ്റ് അല്ല, റിവിഷൻ കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾറെഡി പഠിച്ചു വെച്ചോ പ്രീ ഡ്രാഫ്റ്റ് ചെയ്ത ആൻസേഴ്സ് കൊണ്ട് എഴുതരുത്, ഓൺ വേർഡ്സിൽ എഴുതാവുള്ളൂ. ഓക്കെ. ആൻഡ് പലപ്പോഴും എല്ലാവരും ആശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കൂടുതലും ഇഷ്യൂ ഉണ്ടാവാറുള്ളത് റിമോട്ട് ബേസ്ഡ് എക്സാമിലാണ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു, ലാസ്റ്റ് ടൈം SBL ഒക്കെ ചെയ്ത കുറേ കുട്ടികളുടെ ആൻസേഴ്സ് നള്ളിഫൈഡ് ആയി. റാദർ ദാൻ AAA കുറേ പേരുടെ SBL ആൻസേഴ്സ് ഒക്കെ നള്ളിഫൈഡ് ആയി. ആൻഡ് ഇറ്റ്സ് ഷോക്കിംഗ് ടു ഹിയർ ദാറ്റ് ഈ കുട്ടികളൊക്കെ കൂടുതൽ ആളുകളും സെന്റർ ബേസ്ഡ് എക്സാം എഴുതിയവരാണ്, റിമോട്ട് ബേസ്ഡ് എക്സാം എഴുതിയവരല്ല. അപ്പം സെന്റർ ബേസ്ഡ് എക്സാം എഴുതുമ്പോൾ പോലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ടു അവോയ്ഡ് ദിസ് ഇഷ്യൂ മേക്ക് ഷുവർ ദാറ്റ് എന്ത് കാര്യം എഴുതിയാലും ഓൺ വേർഡ്സിൽ എഴുതുക. പ്രീ ഡ്രാഫ്റ്റ് ചെയ്ത ആൻസേഴ്സ് കൊണ്ടുപോയിട്ട് എഴുതി വെക്കരുത്. സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ ആൻസേഴ്സ് എഴുതണം, ടൈലർഡ് ആൻസേഴ്സ് ആയിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഓഡിറ്റ് റിസ്കിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഐ ഹോപ്പ് ദിസ് ഏരിയ ഇസ് ക്ലിയർ. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി റിസ്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, യു മൈറ്റ് ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് വെൽ, അല്ലേ? അപ്പൊ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. സോ ബേസിക്കലി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്കറിയാം, നമ്മളോട് കൂടുതലും എക്സാമിനർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൂടെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൺസിഡർ ചെയ്യണം. ഇതിനാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ആൻസേഴ്സും എഴുതേണ്ടതായിട്ട് വരിക. അപ്പൊ നിങ്ങൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക, ട്രെൻഡ് അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റേഷ്യോസിനും ട്രെൻഡ്സിനും പുറമെ കമ്പാരിസൺ നടത്താം, കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ കമ്പാരിസൺ നടത്താം. ഇപ്പൊ റീസെന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെപ്തിൽ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന പോലെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് ക്വിക്ലി നോക്കി വെക്കാം. വൺ വേ ഓർ ദ അതർ വേ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർലി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ആഡംസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ കിട്ടിയെന്ന്. സോ ആഡംസിന്റെ ആ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ക്വിക്ലി റിവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞു റീസെന്റ് എക്സാംസിന് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുള്ള കുറവാണ്, അത് ഡെപ്തിൽ, ഇത്രയും ഡെപ്തിൽ. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ക്വിക്ലി നോക്കി നോക്കാം. അപ്പം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വരുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു SOPL അതേപോലെ തന്നെ SOFP തരുന്നുണ്ടാവും. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ആയിരിക്കും നിങ്ങളോട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ തന്നെ വായിച്ചു പോവുക. ബട്ട് അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ നിങ്ങൾ
സിനാരിയോ വായിക്കുമ്പോൾ സിനാരിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെയാണോ P&L ആൻഡ് SOFP വരാനുള്ളത് അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് കമ്പനി ഒരു പുതിയ അസോസിയേറ്റിനെ അക്വയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അസോസിയേറ്റിനെ അക്വയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി മെത്തേഡിൽ അത് കാണിക്കണം. ആൻഡ് ബൈ വിച്ച് നമുക്കറിയാം വി നീഡ് ടു ഷോ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ അസോസിയേറ്റ് ആസ് എ സിംഗിൾ ലൈൻ ഐറ്റം ഇൻ ദ P&L ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം അസോസിയേറ്റ് അലോങ് വിത്ത് ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ SOFPയിലും കാണിക്കണം. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ P&Lനകത്ത് ആ എമൗണ്ട് വന്നിട്ടില്ല. സോ യു ക്യാൻ ജസ്റ്റ് ഐഡന്റിഫൈ ഇറ്റ് ആസ് എ റിസ്ക് ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ്. സെയിം ആസ് ഇപ്പോൾ SOFPയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SOFP വന്നേക്കുന്നത് നിങ്ങൾക്ക് അപ്രോപ്രിയറ്റ്ലി ആണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്, പക്ഷെ അപ്പുറം വന്നിട്ടില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ അവർ നിങ്ങളോട് പറയാണ് ഇവിടെ സിനാരിയോ വായിക്കുന്ന സമയത്ത് കമ്പനി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ഫെയർ വാല്യൂ ത്രൂ P&L എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ് പെർ IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ഫെയർ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയർ വാല്യൂ ഗെയിൻ ആൻഡ് ലോസസ് നമ്മൾ എന്ത് ചെയ്യണം? SOFPയിൽ ഇൻക്രീസ് ചെയ്യണം. ആൻഡ് വി നീഡ് ടു ഷോ ഇറ്റ് ആസ് എൻ ഗെയിൻ ഇൻ ദ P&L. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കമ്പനി ഫെയർ വാല്യൂ ഗെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഹാസ് ഇൻക്രീസ് ഫ്രം 7.5 to 10. അപ്പോൾ നമുക്ക് അവിടെ ഒരു 2.5 ഉണ്ട്. ആ 2.5 P&L വരണം. നിങ്ങൾ നേരെ പോയിട്ട് നോക്കുക P&L വന്നിട്ടുണ്ടോ? P&L വന്നിട്ടില്ല. പകരം OCIക്കകത്ത് ആ 2.5ൻ്റെ അകത്ത് 1 വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം റിമൈനിങ് 2.5ൻ്റെ അകത്ത് 1.5 million ഈസ് ഒമിറ്റഡ് ഓർ മിസ്ക്ലാസിഫൈഡ് ആൻഡ് 1 million ഈസ് മിസ്സ്റ്റേറ്റഡ് ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് വിത്തിൻ OCI ഇൻസ്റ്റെഡ് ഓഫ് P&L. അപ്പോൾ അവിടെ IAS 40 പ്രകാരമുള്ള ട്രീറ്റ്മെന്റ് പ്രോപ്പർലി ഡ്രാഫ്റ്റ് ചെയ്യുക. വാട്ട് വെൻ റോങ് ഹിയർ കൃത്യമായിട്ട് പറയുക. ആൻഡ് ഇമ്പാക്ട് ഓൺ FSഉം പറയുക. ആൻഡ് ദ 2.5 million മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് ആദ്യമേ തന്നെ പറയുക, അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞാലും മതി, വിത്തിൻ ദ സെയിം റിസ്ക് ഏരിയ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക. അപ്പോൾ ആദ്യമേ സിനാരിയോ മൊത്തം വായിച്ചു പോവുക. കറസ്പോണ്ടിങ് ആയിട്ട് P&Lനകത്തും SOFPയിലും എന്തൊക്കെയാണ് വരാനുള്ളത് അത് വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ആൻഡ് വൺസ് യു ആർ ഡൺ വിത്ത് ദാറ്റ് പാർട്ട്, അടുത്തായിട്ട് ചെയ്യേണ്ടത് SOFP വരിക എന്നുള്ളതാണ്. അവിടെ വന്നിട്ട് കറണ്ട് ഇയർ ഫിഗറും പ്രീവിയസ് ഇയർ ഫിഗേഴ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ആൻഡ് കൺസിഡർ വെദർ ദർ ഈസ് എനി അൺയൂഷ്വൽ വേരിയൻസ് ഉണ്ടെങ്കിൽ അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ആ വേരിയൻസിനുള്ള പോസിബിലിറ്റിയും അവിടെ അസോസിയേറ്റഡ് റിസ്ക്കും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ദ കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ PP ബാലൻസ് റിമെയിൻസ് ദ സെയിം 45,000 ആണ് 2 വർഷവും. So there can be chances that the depreciation might not have been appropriately accounted for in accordance with IAS 16 PPE. So you can include that risk. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയുക, നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസെറ്റ് held at cost 2 വർഷവും. You can talk about the possibility of having non-amortization as per IAS 38 or impairment as per IAS 36. അങ്ങനെ ഓരോരോ റിസ്കുകളും പറഞ്ഞു പോവുക. ഷെയർ ഇഷ്യൂ നടത്തിയ സിനാരിയോയിൽ പറഞ്ഞോ, അങ്ങനെയാണ് ഷെയർ ഇഷ്യൂവിന്റെയും ആൻഡ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം പറയാം. കമ്പനിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക ഈ വർഷം. റീറ്റെയിൻ ഏർണിംഗ്സിന് അത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂറിംഗ് ദി ഇയർ ആൻഡ് റിലേറ്റഡ് ഡിസ്ക്ലോസേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള റിസ്ക് പറയാം. ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇവിടെ ഇൻക്രീസ് വന്നോ എന്ന് നോക്കുക. റിലേറ്റഡ് കമ്പാരിസൺ നടത്തുക. P&Lമായിട്ട് ഫിനാൻസ് കോസ്റ്റ് കറക്റ്റായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓരോന്നും കമ്പയർ ചെയ്ത് നോക്കുക. സോ ദിസ് ഈസ് വാട്ട് വി കൺസിഡർ ആസ് ദ അനലിറ്റിക്കൽ പ്രൊസീജിയർ. അതുപോലെ തന്നെ അതിനുശേഷം എന്ത് ചെയ്യുക? P&L വരിക, ഓരോ എലമെന്റും കമ്പയർ ചെയ്യുക. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അൺയൂഷ്വൽ വേരിയൻസ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു GP മാർജിനും OP മാർജിനും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. GP മാർജിൻ ഭയങ്കരമായിട്ടും കൂടി, OP മാർജിൻ കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ ബി ചാൻസസ് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ അകത്ത് കാണിക്കേണ്ട എക്സ്പെൻസിനെ ചിലപ്പോൾ അവരവിടെ കാണിക്കാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ദയബൈ ലീഡിങ് ടു ഓവർ സ്റ്റേറ്റഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് അണ്ടർ സ്റ്റേറ്റഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിരിക്കും. റിസീവബിൾസ് ഡേയ്സ് ഭയങ്കരമായിട്ടും കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഫോർ വിച്ച് അലവൻസസ് ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് റൈറ്റ് ഓഫ് ചെയ്യണം. ഇഫ് നോട്ട് റിസീവബിൾസ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം ഇൻവെന്ററി ഡേയ്സ് ഹസ് ഇൻക്രീസ് സിഗ്നിഫിക്കൻറ്റ്ലി. സോ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് slow moving or obsolete inventory which need to be written down to the lower of cost or NRV as per IAS 2 ചെയ്തിട്ടുണ്ടാവില്ല. വാല്യൂ ഓഫ് ഇൻവെന്ററി വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ആൻഡ് ദ എക്സ്പെൻസസ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. അങ്ങനെ ഓരോന്നോരോന്ന് റിസ്ക് പറഞ്ഞു പോവാം. ആൻഡ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ദി നെഗറ്റീവ് റേഷ്യോസ് ആൻഡ് എനി എലമെന്റ്സ് ഫ്രം ദ സിനാരിയോ യു ക്യാൻ കൺസിഡർ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. അങ്ങനെ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള റിസ്ക് പറയാം. ഇങ്ങനെയുള്ള എല്ലാ റിസ്കുകളും നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയോ? Is it clear everyone? Okay.
അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം. റവന്യൂ എത്ര പെർസെന്റേജ് കൂടി നോക്കാം, കറസ്പോണ്ടിങ് ഇൻക്രീസ് കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നിട്ടുണ്ടോ, റവന്യൂനോട് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ദാറ്റ് ദ റവന്യൂ മൈറ്റ് ബി ഓവർ സ്റ്റേറ്റഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് മൈറ്റ് ബി അണ്ടർ സ്റ്റേറ്റഡ്. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് പറയാം. അപ്പൊ അവിടെ പ്രത്യേകം നിങ്ങൾ നോക്കുക, റവന്യൂ റിലേറ്റഡ് എന്തെങ്കിലും കോവിനൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റോ ബോണസോ എന്തെങ്കിലും പേ ഔട്ട് ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റവന്യൂ കൂടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും എന്ന് പറയാം. അങ്ങനെ ഓരോരോ പോസിബിൾ റിസ്കുകളും കൺസിഡർ ചെയ്യുക. ഇങ്ങനെയായിരിക്കും നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തു പോകുന്നുണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിനാരിയോ വായിക്കുക, കറസ്പോണ്ടിംഗ്ലി പി ആൻഡ് എൽ എസ് ഒ എഫ് പി നോക്കുക, അതിനുശേഷം എസ് ഒ എഫ് പി വരിക, കറണ്ട് ഇയർ ആൻഡ് പ്രയർ ഇയർ കമ്പാരിസൺ നോക്കുക, അൺയൂഷ്വൽ വേരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക, മാച്ച് ഇറ്റ് വിത്ത് പി ആൻഡ് എൽ. ലാസ്റ്റ് പി ആൻഡ് എൽ വരിക, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാൽക്കുലേറ്റ് ചെയ്യുക, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് നമ്മൾ അവിടെ എന്തെങ്കിലും അൺയൂഷ്വൽ വേരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ Yes, sir. ഇങ്ങനെയായിരിക്കും നമുക്ക് ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ എന്നുള്ള പോയിന്റ്സ് വരുന്നുണ്ടാവുക. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ റിസ്കിനെ ബേസ് ചെയ്തിട്ട് നേരത്തെ ഒരു നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പഴയ നോട്ട്സ്. ആ നോട്ട്സ് തന്നെ ഞാൻ ഒന്നും കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ജനറൽ ആയിട്ടുള്ള റിസ്കുകൾക്ക് വേണ്ടിയിട്ട് ആ നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിലെ റിസ്ക് വരാറുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ പ്യൂർലി നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് വരിക. ബട്ട് ജനറൽ ആയിട്ടുള്ള റിസ്കുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫയൽ ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് ഇറ്റ്സ് അറൌണ്ട് 17 pages. സോ ഈ റിസ്കിന്റെ ഒന്ന് വായിച്ചോ, നാളെ ഇരുന്നിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ലേറ്റർ ഓൺ വായിക്കണ്ട, വൺസ് വായിച്ചു കഴിഞ്ഞാൽ ഗെറ്റ് ആൻ ഓവർ അണ്ടർസ്റ്റാൻഡിങ്, അത് മതി. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. ഐ വിൽ ഷെയർ ഇറ്റ് ആൻഡ് ഫോക്കസ് മോർ ഓൺ ദി ട്രീറ്റ്മെന്റ് സൈഡ്. അതും കൂടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വറീഡ് ആവാനൊന്നുമില്ല. സോ വൺസ് യു ഫെമിലിയർ വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്, പിന്നെ അത് പ്രോപ്പർലി നിങ്ങൾക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. കാരണം ട്രീറ്റ്മെന്റ് അറിയാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ട്രീറ്റ്മെന്റ് എല്ലാവരും പ്രോപ്പർ ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, യാ. ദെൻ നെക്സ്റ്റ്, സോ നമ്മുടെ 50 മാർക്സിന്റെ ഏരിയയിലെ ഓഡിറ്റ് റിസ്ക് ആൻഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കോർ ആയിട്ട് വരാൻ പോകുന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ എപ്പോഴും ടെസ്റ്റ് ചെയ്യാറുള്ള ഏരിയ ആണ് ഏരിയ ഓഫ് ബിസിനസ് റിസ്ക്. സോ ബേസിക്കലി ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ബിസിനസ് റിസ്ക് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കന്റ് ഇവന്റ് കാരണം കൊണ്ടോ, സർക്കംസ്റ്റൻസുകൾ കാരണം കൊണ്ടോ, കമ്പനിയായിട്ട് എടുക്കുന്ന ഒരു ആക്ഷൻ കാരണം കൊണ്ടോ, ഇനാക്ഷൻ കാരണം കൊണ്ടോ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ കമ്പനി എടുത്ത് തെറ്റായ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ്, അതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. സോ ബേസിക്കലി ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിനെ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് അൺലൈക്ക് ഓഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, ബിസിനസ് റിസ്ക് വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ അണ്ടർലൈങ് സ്റ്റാൻഡേർഡ്സ് ടു ലിങ്ക്. നമ്മൾ പ്യുവർലി ജഡ്ജ്മെന്റൽ ആയിട്ടാണ് ബിസിനസ് റിസ്കുകൾ എഴുതുക. അപ്പൊ തന്നേക്കുന്ന സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങളൊരു പ്രോപ്പർ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക കമ്പനീനെ കുറിച്ച്. ഈ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസിനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ പറയുമ്പം സൺഷൈൻ ഹോട്ടൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതായത് ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ്. അവരൊരു റിസോർട്ട് വാങ്ങുന്നു, ഒരു പ്രൈവറ്റ് ഐലൻഡ് ഒക്കെ ഉള്ള ഒരു റിസോർട്ട് വാങ്ങുന്നു, ഒരു പ്രൈവറ്റ് ബീച്ച് ആയിട്ട് ഉള്ളത്. ആൻഡ് അവരവരുടെ ലക്ഷൂറിയസ് പ്രോപ്പർട്ടീസ് ആണ് അവരുടെ ഏറ്റവും വലിയ USP എന്ന് പറയാം. അപ്പം ഇത്ര ഒരു ബേസ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് നോക്കണം, ഇവരെ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നീട് ഫോളോഡ് ബൈ ദാറ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഈ കമ്പനി ഈ ബീച്ച് വാങ്ങിയ സ്ഥലത്ത് കുറെ പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ കോറൽ റീഫുകളൊക്കെ കളഞ്ഞു എന്ന് പറഞ്ഞ് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുന്നു, പ്രൈവറ്റ് ബീച്ചുകൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ കമ്പനിയുടെ USP ആയിരുന്നു പ്രൈവറ്റ് ബീച്ച് ലക്ഷറി ഹോട്ടൽസ്. കഴിഞ്ഞു, ദാറ്റ്സ് എ ബിസിനസ് റിസ്ക്. സോ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഹൗ ദിസ് ഇസ് ഗോൺ അഫക്ട് ദ കമ്പനി. രണ്ടാമത് പറയുന്നത്, ഈ കമ്പനിക്ക് കുറേ സ്ഥലത്ത് ബിസിനസ്സുകളുണ്ട്, അവിടെ എല്ലാം ഹുറിക്കെയിൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഈ കാറ്റിലെല്ലാം പെട്ട് കുറേ സ്ഥലങ്ങൾ ഡാമേജ്ഡ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഹോട്ടൽ ബിസിനസ് ആണ്, ഓട്ടോമാറ്റിക്കലി ബുക്കിങ്ങിന് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെ ഓൾട്ടർനേറ്റ് ഹോട്ടൽ കൊടുക്കേണ്ടി വരും. നശിച്ചു പോയ സ്ഥലത്തൊന്നും നമുക്ക് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്ട് അത് തിരിച്ച് റീകോപ്പ് ചെയ്തെടുക്കാൻ പറ്റൂല. ആ പീരീഡിൽ റവന്യൂ ഉണ്ടാവില്ല. റിലേറ്റഡ് റിസ്കുകൾ പറയാം. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഹോട്ടൽസ്, ഇവരുടെ ഹോട്ടൽസ് ഏതൊക്കെയൊക്കെ ട്രാവൽ ഗ്രൂപ്പുമായിട്ട് ടൈഅപ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ അതിന് ഇവർ പെനാൽറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ദേ വിൽ ബി സിഗ്നിഫിക്കന്റ് ക്യാഷ് ഔട്ട് ഫ്ലോ ഡ്യൂ ടു പെനാൽറ്റി ആൻഡ് ഫൈൻ.
കമ്പനി തന്നെ എന്തെങ്കിലുമൊക്കെ കോറൽ റീഫ് കളഞ്ഞു എന്ന് സിനാരിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ദർ വിൽ ബി നെഗറ്റീവ് പബ്ലിസിറ്റി അഗൈൻസ്റ്റ് എ കമ്പനി. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ കമ്പനിയുടെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ റിസ്കുകൾ ഡെവലപ്പ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ. അവിടെ നമ്മളോട് പറയുന്നുണ്ട് അവർക്ക് സ്ട്രിക്ട് റെഗുലേഷൻസ് ഉണ്ട് അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ഉണ്ട്, ബട്ട് അത് അഡ്വർടൈസ് ചെയ്യാനായിട്ട് പറ്റും ഇവർക്ക്. പക്ഷെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അത് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. കമ്പനി ഒരുപാട് എമൗണ്ട് അഡ്വർടൈസിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഇവർ ഇന്റൻഷനലി ഓർ അൺഇന്റൻഷനലി ഏതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എടുത്ത് അഡ്വർടൈസ് ചെയ്യാം. ഡ്യൂ ടു വിച്ച് പെനാൽറ്റി ആൻഡ് ഫൈൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡ്രഗ്സ് ഇവർ ടെസ്റ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബോഡിയിലാണെന്ന് പറഞ്ഞു. ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഏതെങ്കിലും ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബാഡ് റിയാക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി പെനാൽറ്റി ആൻഡ് ഫൈൻ, റെപ്യൂട്ടേഷണൽ ഡാമേജ്, ലോസ് ഓഫ് റവന്യൂ. ഇങ്ങനെയായിരിക്കും നമ്മൾ റിസ്ക് പറയുന്നുണ്ടാവുക. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് കമ്പനീസ് എൻട്രിങ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ് അബൌട്ട് വിച്ച് ദേ ആർ നോട്ട് ഹാവിംഗ് മച്ച് ഐഡിയ. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം അവർ കമ്പനി ഈസ് ഗോയിങ് ഫോർ എ ജോയിന്റ് വെഞ്ചർ. കമ്പനി ആദ്യമായിട്ട് ഒരു അക്വിസിഷൻ നടത്താൻ പോകുന്നു. കമ്പനി ഈസ് എൻട്രിങ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ്. കമ്പനി ഈസ് ഗോയിങ് ടു ഫോറിൻ മാർക്കറ്റ്. കമ്പനി ഈസ് റാപ്പിഡ്ലി എക്സ്പാൻഡിങ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് പറയുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് നെഗറ്റീവ്ലി കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ അഫക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് എന്ന് പറയുന്നതാണ് ബിസിനസ് റിസ്ക് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വെനെവർ യു ഗെറ്റ് എ സിനാരിയോ, നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ബിസിനസ് റിസ്ക് എന്താണോ ആ ബിസിനസ് റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? വൈ ഇറ്റ്സ് എ ബിസിനസ് റിസ്ക്, എന്തുകൊണ്ടാണ് ഇതൊരു ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമതായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി, അല്ലെങ്കിൽ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് വേണേൽ പറയാം. നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിന് ഇത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്, അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയണം. അപ്പൊ അവിടെ പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഇമ്പാക്ട് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനെ കുറിച്ചായിരിക്കണം പറയുന്നത്? ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ് എന്നോ അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ് എന്നൊന്നുമല്ല, കമ്പനീനെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ലൈക്ക് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ മാർജിനെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിനെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, കമ്പനിയുടെ റവന്യൂവിനെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ കമ്പനിയുടെ ഗുഡ് വിൽ, ഇതിനെയൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടാവുക. സോ അതാ നമ്മൾ പറഞ്ഞത്, ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് അല്ല നമ്മൾ പറയുന്നത്, ഇറ്റ് മേ ലീഡ് ടു ലോസ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ കമ്പനി, അല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓർ മാർജിൻ ഓഫ് ദി കമ്പനി. It may reduce the cash flows, and it will affect the cash flows. It may lead to reduced revenue for the company. It may affect the going concern ability of the company. It may affect the reputation, brand name, or goodwill of the company. It may lead to unwanted cash outflows എന്നുള്ളതായിരിക്കും നമ്മൾ ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ അതാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് റിസ്ക് പറയുന്ന സമയത്ത് എന്താണോ സിനാരിയോയിലുള്ള ബിസിനസ് റിസ്ക്, ആ റിസ്ക് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് റിസ്ക് ആവുന്നതെന്ന്, വാട്ട് എവർ ബി ദി ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി, ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്നുള്ള പറയാ. അത് നമ്മൾ പറഞ്ഞു പ്രോഫിറ്റബിലിറ്റി, മാർജിൻ, ക്യാഷ് ഫ്ലോ, റവന്യൂ, ഗോയിങ് കൺസേൺ, റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം, ഗുഡ് വിൽ, ഇങ്ങനെയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക when we are talking about the area of business risk. Clear ആയോ? Is that clear everyone? Yes, sir. Okay. അപ്പം സിമിലർ ഒരു നോട്ട് നമ്മൾ ബിസിനസ് റിസ്കിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വിൽ ഷെയർ ഓൾ ഓഫ് ദിസ് നോട്ട്സ്. ആരുടെയും കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പം ഈ ബിസിനസ് റിസ്കിന്റെ നോട്ട്സും കൂടി എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് വായിക്കണം, ഇന്നോ നാളെയോ രാവിലെയൊക്കെ ആയിട്ട്. അപ്പം ബേസിക്കലി ഈ ബിസിനസ് റിസ്കിന്റെ അകത്തും നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കുറേ ബിസിനസ് റിസ്കുകളാണ്. അപ്പൊ നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് ഏതെങ്കിലും വരുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് യുവർ ഓൺ വേർഡ്സ്. ലൈക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ടെന്നുള്ളത് പറയാണ്, കമ്പനീസ് എക്സ്പാൻഡിങ് ടു ആൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ചെയ്യുന്നു എന്ന് വരിയിൽ there can be chances that the company might not be aware about the foreign country's law and regulation, due to which there will be non-compliance with law and regulation. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്സ് ഇൻസ്റ്റെബിലിറ്റീസ് മൈറ്റ് ബി there, which might affect the company's plan and budget. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവാം, which will make the company's profitability and cash flows volatile. ഇങ്ങനെയുള്ള റിസ്കുകളായിരിക്കും നമ്മൾ പറയാം. സെയിം as that നിങ്ങളോട് പറയാണ് കമ്പനീസ് ഹാവിങ് എ ന്യൂ റെഗുലേറ്ററി റിക്വയർമെന്റ് ടു ഫോളോ. അപ്പൊ അവിടെയും നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ആണ് വെൻ എ ന്യൂ റെഗുലേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ദർ വിൽ ബി ടു റിസ്ക്.
One will be compliance risk and the other one will be non-compliance risk. Compliance risk എന്ന് പറയുമ്പോൾ ഒരു പുതിയ law and regulation വരുമ്പം maybe the company might need to spend significant amount of money in capital expenditures, or complaints cost like legal fee will be high, due to which company might face cash flow difficulty. And in case of non-compliance with law and regulation, the company might need to pay significant amount of penalty and fine, and also reputational damages might be there. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ടുള്ള റിസ്ക് ആൻഡ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. ഇപ്പം കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു, ആൻഡ് ദ മാർക്കറ്റ് ഈസ് ഹാവിംഗ് സിഗ്നിഫിക്കന്റ് റിജക്ഷൻ ഓഫ് ലൈസൻസ്. അപ്പൊ നമുക്കറിയാം ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ടിൽ ദ ഡേറ്റ് നമ്മൾ എല്ലാ പൈസയും സ്പെൻഡ് ചെയ്ത് വെറുതെ ആയി പോകും, ആൻഡ് ദർ വിൽ ബി ലോസ് ഓഫ് സിഗ്നിഫിക്കന്റ് ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ ദ കമ്പനി. അതേപോലെ തന്നെ once the company's license gets rejected, the company will not be able to trade the same product in the market, due to which the company will not be able to meet customer demands. The customers of the company might be dissatisfied. ഇപ്പൊ ഇതൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ റിലേറ്റഡ് റിസ്കുകൾ പറയാം. അത് നമ്മൾ പറഞ്ഞ് when we talk about the risk, we will be talking more about the way in which this might affect the company's business objectives. അതായിരിക്കും നമ്മൾ ബിസിനസ് റിസ്ക് ആയിട്ട് കൂടുതലും പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Yes, sir. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കാറുള്ള സാധനമാണ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അല്ലേ? അപ്പം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് അവിടെ ചോദിക്കുന്നുണ്ടാവുക, ആസ് ആൻ ഓഡിറ്റർ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അവിടെ നിങ്ങൾ എപ്പോഴും മെയിൻലി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, whenever you give your answer, there should be a procedure element plus whatever be the document or information which you can use. അതെന്താന്നുള്ള പറയാം. പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് അതും ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. സോ പ്രൊസീജിയർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നതാണ് പ്രൊസീജിയർ: എഗ്രി, അനലൈസ്, അസർടൈൻ, അസസ്, കമ്പയർ, കൺസിഡർ, എൻക്വയർ, എൻഷുർ, എക്സാമിൻ, ഇൻസ്പെക്ട്, ഒബ്സർവ്, ഒബ്റ്റെയിൻ, റീകാൽക്കുലേറ്റ്, റീപെർഫോം, ഇങ്ങനെയുള്ള എല്ലാം യൂസ് ചെയ്യാം. But make sure that you should not keep on using the same terms again and again. അതിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യമേ റിവ്യൂ എന്ന് പറഞ്ഞു, 5 പോയിന്റിലും ഡോക്യുമെന്റ് റിവ്യൂ ആണ്. അപ്പൊ എല്ലായിടത്തും റിവ്യൂ എന്ന് പറയരുത്. ഇഫ് യു ടോക്കിംഗ് അബൌട്ട് റിവ്യൂ ആസ് എ പ്രൊസീജിയർ ഫോർ ദ ഫസ്റ്റ് ടൈം, ദെൻ റീപ്ലേസ് ഇറ്റ് വിത്ത് ഇൻസ്പെക്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എക്സാമിൻ എന്നുള്ള ടേം യൂസ് ചെയ്യാം. ഒരിക്കലും ആസ്ക് എന്നുള്ള ടേം യൂസ് ചെയ്യരുത്. ഓൾവേസ് കൺസിഡർ യൂസിങ് ദ ടേംസ് ലൈക്ക് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, എൻക്വയർ ദ മാനേജ്മെന്റ്, അങ്ങനെയുള്ള ടേംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പയർ, റീകൺസൈൽ എന്നുള്ള ടേംസ് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് എപ്പോഴും മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇൻവെന്ററി കൗണ്ട് ആണ്. സോ യു ക്യാൻ ഒബ്സർവ് ദി ഇൻവെന്ററി കൗണ്ട്, യു ക്യാൻ മോണിറ്റർ ദി ഇൻവെന്ററി കൗണ്ട്, അങ്ങനെയുള്ള ടേംസ് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിനാരിയോ ആക്ച്വലി. അതായത് നിങ്ങൾക്ക് എന്താണ് ഡോക്യുമെന്റിന്റെ ആവശ്യമുള്ളത് അതേക്കുറിച്ച് പറയാം. ഇപ്പോൾ സിനാരിയോക്കകത്ത് ഇപ്പൊ നിങ്ങൾ പറയേണ്ട ലോൺ എടുത്തു. ഇപ്പൊ ലോണിനെ കുറിച്ച് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? യു മസ്റ്റ് ലുക്ക് അറ്റ് യു നീഡ് ടു റിവ്യൂ ദ ലോൺ എഗ്രിമെന്റ്സ് ഓഫ് ദി കമ്പനി. അതേപോലെ തന്നെ ഇപ്പൊ കമ്പനി ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങി, ആ പ്രോപ്പർട്ടി റിലേറ്റഡ് ഡീറ്റെയിൽസ് അറിയണം. നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ടൈറ്റിൽ ഡീഡ്സ് നോക്കണം. ഇപ്പൊ ഒരു സെയിൽ നടന്നു, സെയിലിനെ കുറിച്ച് അറിയാൻ എന്ത് ചെയ്യണം? ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട് നോക്കാം, സെയിൽസ് ഇൻവോയ്സ് നോക്കാം. പർച്ചേസ് ആണെങ്കിൽ ഗുഡ്സ് ഇൻവേർഡ് റിപ്പോർട്ട് നോക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ് നോക്കാം. അങ്ങനെ ഓരോ റിലേറ്റഡ് ഡോക്യുമെന്റ്സ്, എന്താണ് ഡോക്യുമെന്റ്സ് പറയണം. ജനറൽ ആയിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എഴുതിയ മാർക്ക് കിട്ടൂല. സ്പെസിഫിക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ, ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? മാനേജ്മെന്റ് ഒരു പ്രൊവിഷന്റെ എമൗണ്ട് കുറച്ചു, അപ്പൊ അവരുടെ അസംഷൻ എന്താണെന്നായിരിക്കണം നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ റാഷണൽ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്യാം. അപ്പൊ ആ റാഷണൽ എന്താണെന്നുള്ളതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് ആ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. പർപ്പസ് എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ യു മസ്റ്റ് ഓൾവേസ് പ്രോപ്പർലി പ്രൊവൈഡ് ദ പേർപ്പസ് ഫോർ വിച്ച് യു ആർ പെർഫോമിംഗ് ദ പ്രൊസീജിയർ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പ്രൊവിഷന്റെ എമൗണ്ട് 10 മില്യണിൽ നിന്ന് 5 മില്യൺ ആക്കി കമ്പനി. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയണം അത് എന്തുകൊണ്ടാണ്. അപ്പം നിങ്ങൾ അവിടെ പറയാണ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്, പ്രൊസീജിയറായി ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്.
about the rationale on the basis of which the provision has been reduced from 10 million to 5 million. അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞു ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് പ്രൊസീജിയറായി ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ റെഡ്യൂസ് ഫ്രം 10 million to 5 million. പലപ്പോഴും നമ്മൾ വിചാരിക്കും ആൻസർ കംപ്ലീറ്റ് ആയി, കാരണം ആൻസർ ഈസ് ബിറ്റ് ലെങ്തി. ബട്ട് അവിടെ എന്തേ വന്നിട്ടുള്ളൂ, പ്രൊസീജിയർ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഇത് അറിയുന്നത്? ടു കൺഫേം വെദർ ഇറ്റ് ഈസ് റീസണബിൾ, പ്രൊവിഷൻ്റെ എമൗണ്ട് കുറച്ചേക്കുന്നത് റീസണബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടി പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് പർപ്പസ് എപ്പോഴും പറയുന്നുണ്ടാവണം. അപ്പോൾ പർപ്പസ് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ആൻസർ കൺക്ലൂഡ് ആവുന്ന എങ്ങനെയായിരിക്കണം, ടു കൺഫേം എന്ന് പറഞ്ഞിട്ടായിരിക്കും. ബട്ട് ടു കൺഫേം എന്നുള്ള ടേമും പറഞ്ഞ് ലിമിറ്റ് ചെയ്യരുത്. ടു കൺഫേം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടു എൻഷുർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടു അനലൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടു അസേർട്ടൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് പറയാം, ദെൻ ടു സ്ക്രൂട്ടനൈസ് പറയാം. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഇപ്പം ടു കൺഫേം, ടു എൻഷുർ, ടു അനലൈസ്, ടു അസേർട്ടൈൻ, ടു അണ്ടർസ്റ്റാൻഡ്, ടു കൺഫേം, ഇങ്ങനെയുള്ള ടേംസ് ഓരോന്നും പറയാം. അത് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും അതും കൂടെ വന്നു കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പേർപ്പസ് ക്ലിയർലി പറയുന്നുണ്ടാവണം. സോ പ്രൊസീജിയർ, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണെന്നുള്ള പറയാം, പേർപ്പസ് പറയാം. ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞു നിന്നു, ഓർമ്മയുണ്ടോ? കോമൺ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞേ? ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു, നമുക്ക് എല്ലാ കേസിലും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്ത് കാര്യമാണെങ്കിലും വി ക്യാൻ ഓൾവേസ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനോട് റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങാം. എൻക്വയറി ചെയ്യുന്നതിന് പകരം ഒരു കാര്യം ചോദിച്ചറിയണമെങ്കിൽ നമ്മൾ പറയുന്നതായിരുന്നു റിട്ടൺ റെപ്രസെന്റേഷൻ. സോ വി ക്യാൻ ഒബ്റ്റെയിൻ റിട്ടൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കൺഫേം ചെയ്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അതെപ്പോഴും നമ്മൾ വാങ്ങുന്ന ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നായിരിക്കും. കമ്പനിയുടെ പുറത്തുള്ള ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാം. രണ്ട് പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കറസ്പോണ്ടൻസ് എന്ന് വിളിക്കുക. സോ ഇപ്പൊ രണ്ടുപേര് തമ്മിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കെന്ന് അറിയണമെങ്കിൽ നമുക്ക് കറസ്പോണ്ടൻസ് നോക്കാം അവർ തമ്മിലുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ എന്നുള്ള അറിയാൻ പറ്റും. നമുക്ക് എപ്പോഴും കമ്പാരിസൺ നടത്താം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം. ഒരു കറണ്ട് ഇയർ ബാലൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറയാം, അല്ലെങ്കിൽ കറണ്ട് ഇയർ ബാലൻസ് ഇൻഡസ്ട്രി ആവറേജ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറയാം. ആൻഡ് വേരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം. ബട്ട് അവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, ഇപ്പോൾ ഒരു റിഡൻഡൻസി പ്രൊവിഷനാണ്. ഇപ്പോൾ റിഡൻഡൻസി പ്രൊവിഷനാണ് പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് കറണ്ട് ഇയർ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 10 million വിത്ത് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ് പറയരുത്. കാരണം എന്താ, റിഡൻഡൻസി എല്ലാ വർഷവും സംഭവിക്കുന്നതല്ല, അതൊരു വൺ ഓഫ് ഇവന്റാ. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിൽ മാത്രമേ പ്രയർ ഇയർ ആയിട്ട് കമ്പാരിസൺ പറയുള്ളൂ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവറേജുമായിട്ട് പറയാം. ഇപ്പൊ കമ്പനി അലവൻസസ് ഫോർ റിസീവ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാം, കറണ്ട് ഇയറിലെ അലവൻസ് ഫോർ റിസീവ്സ് ആസ് എ പെർസെന്റേജ് ഓഫ് റിസീവബിൾ എടുത്തിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാം. സിഗ്നിഫിക്കന്റ് വേരിയൻസ് ഉണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്യാൻ പറയാം. ഇനി ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമുക്ക് എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. ഇപ്പൊ എവിടെയാണോ എക്സ്പെൻസ് വരാൻ ചാൻസ് ഉള്ളത് അതിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക, എന്നിട്ട് അതിനകത്ത് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, കമ്പനിയിൽ ആകെ എക്സ്പെൻസ് കാറ്റഗറിയിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കിടക്കുള്ളൂ. അപ്പോൾ കമ്പനി ഇമ്പയർമെന്റ് കാണിക്കേണ്ട ആവശ്യത്തിനെ കുറിച്ച് സിനാരിയോയിൽ പറയുന്നുണ്ട്. സോ വി നീഡ് ടു നോ വെദർ ദ ഇമ്പയർമെന്റ് എക്സ്പെൻസ് ഇസ് ഇൻക്ലൂഡഡ് ഓർ നോട്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, വി ക്യാൻ ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു കൺഫേം വെദർ ദ ഇമ്പയർമെന്റ് ചാർജസ് റിലേറ്റിംഗ് ടു ദ dash asset, maybe vehicle, have been appropriately included in the statement of P&L for the year. നിങ്ങൾക്ക് പറയാം. ഇനി ഇത് എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കമ്പനി ഒരു ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടിയിരുന്നു, 1 million ബോറോയിങ് കോസ്റ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നതിന് ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ക്യാപിറ്റലൈസേഷൻ എക്സ്പെൻഡിച്ചർ ഇൻ റിലേഷൻ ടു ക്വാളിഫൈങ് അസറ്റ് in order to confirm whether the borrowing cost has been included in the statement of financial position. Clear ആയോ? Yes, sir. ഇനി ബോർഡ് മിനിറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടത്തുന്ന മീറ്റിംഗിന്റെ സമ്മറിയാണ് അവിടെ ഉണ്ടാവുക, ബോർഡ് മിനിറ്റ്സിന് ഉണ്ടാവുക. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ് ആണ് ബോർഡ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന കാര്യമാണ്, ബോർഡ് മിനിറ്റ്സ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാനായിട്ട് പറ്റും
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേക്കുന്നതെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൊവിഷന്റെ റാഷണൽ എന്താണ്, പ്രൊവിഷൻ അല്ല, ഇപ്പൊ വേറെ എന്താ പറയാ, റിഡൻഡൻസി റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് നമുക്ക് നടത്തിയോന്ന് അറിയണം. കാരണം നമുക്കറിയാം അപ്പോഴാണ് പ്രസന്റ് ഒബ്ലിഗേഷൻ വരിക. അപ്പൊ അതറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് പറയാം റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ കമ്പനി ഹാസ് അനൗൺസ് ദ റിഡൻഡൻസി ടു ദ എംപ്ലോയീസ് വിച്ച് ക്രിയേറ്റ്സ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. പിന്നെ ഏതൊരു എക്സ്പെൻസും നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ ലോൺ എഗ്രിമെന്റ്സുമായിട്ട് മാച്ച് ചെയ്യാൻ പറയാം. പിന്നെ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാം. ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ, വിച്ച് ഈസ് ജനറൽ പോയിന്റ്. ബട്ട് ഇത്രയും പോയിന്റ്സ് വെച്ച് തന്നെ ബേസിക്കലി നിങ്ങൾക്ക് റിസ്ക് റിലേറ്റഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോപ്പർലി ഒന്ന് ആലോചിച്ചാൽ മതി. അവിടുത്തെ പോയിന്റ്സ് സിമിലർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് വിൽ ബി ഡിഫറെന്റ്. നമ്മൾ മാനേജ്മെന്റോട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ പേർപ്പസ് ഡിഫറെന്റ് ആയിരിക്കും. എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്ടൈൻ ചെയ്യുന്ന ആളുകൾ ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ പേർപ്പസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ ടു ക്വസ്റ്റ്യൻ ഇത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദ ബേസ് ലൈൻ വിൽ റിമെയിൻ ദ സെയിം ഓർ ദ സ്ട്രക്ചർ വിൽ റിമെയിൻ ദ സെയിം. അപ്പൊ ഈ സ്ട്രക്ചർ അറിയാമെന്നുണ്ടെങ്കിൽ തിങ്സ് വിൽ ബി മോർ ഈസി ഫോർ യു. അപ്പൊ ഇത് നമ്മൾ പറയണ്ടേ, വെനെവർ യു ഗെറ്റ് എ സിനാരിയോ യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ദ സിനാരിയോ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇവിടെ എനിക്ക് എന്താ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എനിക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുക, ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുക, ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് എനിക്ക് നോക്കാൻ പറ്റുക, ഇവിടെ റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ഇവിടെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇത് എന്തൊക്കെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും, ഇവിടെ ഏത് എക്സ്പെൻസിന്റെയാണ് ബ്രേക്ക് ഡൗൺ എടുക്കാൻ പറ്റുക, ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെ എന്താ ഉള്ളത്, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് എവിടെയൊക്കെ നോക്കാം. ഈ രീതിയിൽ ലോജിക്കലി ആലോചിച്ച് നോക്കാം. ക്ലിയർ ആയോ? ഇസ് എ Yes, ക്ലിയർ? sir. ഓക്കെ. അപ്പോ മേക്ക് ഷുവർ ദാറ്റ് വെനെവർ യു ഗീവ് യുവർ ആൻസർ അവിടെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞേ, ദർ ഷുഡ് ബി എ പ്രോപ്പർ പ്രൊസീജിയർ, ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ ഉണ്ടാവണം, പേർപ്പസ് ഉണ്ടാവണം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഇനി നമുക്ക് കോർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഡബിൾ എക്കകത്ത് നമ്മൾ വേഗ് ആയിട്ട് നോക്കിപ്പോയിട്ട് ട്രിപ്പിൾ എക്കകത്ത് മാരക രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഏരിയ ഓഫ് എത്തിക്സ്. And when it comes to the area of ethics, it might be tested as part of both 25 marks question and 50 marks question. And ethics-നകത്ത് നമുക്കറിയാം എത്തിക്കൽ ത്രെട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എത്തിക്കൽ ത്രെട്ട് എന്താണ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് ആ ത്രെട്ട് എങ്ങനെയാണ് വരുന്നത്, വൈ ഇറ്റ്സ് എ ത്രെട്ട് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ ത്രെട്ടിന് വേണ്ട സേഫ് ഗാർഡ് എന്താണോ ആ സേഫ് ഗാർഡ് എഴുതണം. ഇത് മൂന്നും വരുമ്പോഴാണ് നമുക്ക് 2 മാർക്സ് പെർ ത്രെട്ട് കിട്ടുക. അപ്പൊ എപ്പോഴും ത്രെട്ട് എഴുതുമ്പോൾ ഓരോ ത്രെട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവണം. അതെന്തുകൊണ്ടാണ് ത്രെട്ട് ആവുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ആ ത്രെട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സേഫ് ഗാർഡ് എന്താണോ ആ സേഫ് ഗാർഡ് എന്താണെന്നുള്ളതും കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അപ്പം ബേസിക്കലി നമ്മൾ ത്രെട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ വി നീഡ് ടു ഫോളോ സെർട്ടൈൻ സെറ്റ് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയായിരുന്നു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്റഗ്രിറ്റി, പിന്നെ Objectivity, confidentiality, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, competence and care, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. അല്ലെ? ഔട്ട് ഓഫ് വിച്ച് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വി ഷുഡ് ഓൾവേസ് ബി സ്ട്രേറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഓണസ്റ്റ് ഇൻ ഓൾ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പ്. എന്ത് തരത്തിലുള്ള ബിസിനസ് റിലേഷൻഷിപ്പിൽ ചെന്നാലും നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുക. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആസ് എൻ ACCA മെമ്പർ നമ്മൾ ഒരു കാരണവശാലും എന്താവാൻ പാടില്ല, ബയാസ്ഡ് ആവാൻ പാടില്ല, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല, അതുവഴി നമ്മൾ എടുക്കുന്ന പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ്സ് അഫക്റ്റഡ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഓൾ ദി ത്രെഡ്സ് ആർ എഗൈൻസ്റ്റ് ദ ഒബ്ജക്ടിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ എപ്പോഴും പ്രൊഫഷണലി എന്തായിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം. വി ഷുഡ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് അവർ നോളജ് വെനെവർ നെസസറി. നമ്മൾ എന്ത് വർക്ക് ക്ലയന്റിന് ചെയ്തു കൊടുക്കുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിൽ വേണം വർക്ക് ചെയ്തു കൊടുക്കാനെന്നും പറഞ്ഞു. ഇതായിരുന്നു നമ്മൾ പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ അവിടെ പഠിച്ചു.
ഒന്ന്, ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഫർമേഷൻ തേർഡ് പാർട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല അൺലെസ് ദർസ് എ ലീഗൽ ഓർ പ്രൊഫഷണൽ ഡ്യൂട്ടി. രണ്ട്, ഒരു ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്തത് അതർ ദാൻ ദാറ്റ് മറ്റൊരു പേർപ്പസിന് വേണ്ടിയിട്ടും ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പാടില്ല. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാ ലോ ആൻഡ് റെഗുലേഷൻസും കംപ്ലൈ ചെയ്യണം. പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പോൾ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആയിരിക്കും ചോദിക്കുക. സോ എനി ഇഷ്യൂസ് ദാറ്റ് കംസ് അണ്ടർ ദ കോഡ് ഓഫ് എത്തിക്സ് വിൽ ബി കൺസിഡേഴ്സ് പ്രൊഫഷണൽ ഇഷ്യൂ. നിങ്ങൾ ഡിസോണസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയാണ്, അത് നിങ്ങളോട് പറയാണ്, ഇപ്പോൾ ഓഡിറ്റ് സ്റ്റാഫ് കണ്ടുപിടിച്ചു ഓഡിറ്റ് മാനേജറുടെ വൈഫ് ക്ലയന്റ് കമ്പനിയിലുണ്ടെന്ന്, ആൻഡ് ഓഡിറ്റ് മാനേജറുടെ വൈഫ് ചെയ്തൊരു മിസ്റ്റേക്ക് മാനേജറോട് പറയുമ്പോൾ മാനേജർ പറയുകയാണ് ആരോടും പറയണ്ടെന്ന്. സോ ദാറ്റ്സ് അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദി ഓഡിറ്റർ. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ മാനേജറുടെ വൈഫ് ക്ലയന്റ് കമ്പനിയിലുള്ളത് തന്നെ മാനേജർ എല്ലാ കാര്യങ്ങളും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലയന്റിന് ചെയ്തു കൊടുക്കും. സോ ദാറ്റ്സ് അഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി ബിക്കോസ് ഓഡിറ്റർ വിൽ ബി ബയാസ്ഡ്. ഇനി ഓഡിറ്റർ തെറ്റായ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഓഡിറ്റ് സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുന്നു, ലൈക്ക് ഓഡിറ്റർ പറയാണ് നോൺ സാമ്പിളിംഗ് മെത്തേഡ് ചൂസ് ചെയ്താൽ മതി, ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് സാമ്പിൾ എടുത്താൽ മതി, ഇന്ന കാര്യങ്ങളെ കുറിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അവർ പറയുകയാണ് ഇമ്മെറ്റീരിയൽ ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട ലോ റിസ്ക് ഏരിയ ആണെന്ന്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കേസസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് അഗൈൻസ്റ്റ് ദ പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. whenever there is a case like auditor intentionally or unintentionally ഒരു client related detail വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അലൻ എന്ന് പറയുന്ന ഒരു ക്ലയന്റ് ഉണ്ട് ആൻഡ് രാഹുൽ എന്ന് പറയുന്ന ക്ലയന്റ് അലനെ അക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പം രാഹുലിന് വേണ്ടിയിട്ട് അലന്റെ ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ബട്ട് അലന്റെ ഡീറ്റെയിൽസ് നമുക്കുള്ളതെല്ലാം എന്തിനാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട് കിട്ടിയതാണ്. അതെടുത്തിട്ട് നമ്മൾ ഡ്യൂ ഡിലിജൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് അഗൈൻസ്റ്റ് ദ കോൺഫിഡൻഷ്യാലിറ്റി. And whenever you do something that discredit the professional body, like you are providing an advertisement that discredit others, അങ്ങനെയാണ് ഇറ്റ്സ് അഗൈൻസ്റ്റ് ദ പ്രൊഫഷണൽ ബിഹേവിയർ. ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊഫഷണൽ ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ. Yes, sir. ആൻഡ് നമ്മൾ 5 എത്തിക്കൽ ത്രെഡ്സ് പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആസ് ആൻ ഓഡിറ്റർ നമ്മളൊരു ക്ലയന്റിന്റെ വർക്ക് പെർഫോം ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? വി വിൽ ബി ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ഫോർ അവർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് റാദർ ദാൻ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. അതിനെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞു ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള കേസുകൾ വരുന്നു. സോ വി മൈറ്റ് ആക്ട് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ദം. ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസസ് കിട്ടുന്നു, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേവറബിൾ ഒപ്പീനിയൻ കൊടുക്കും. ലോൺസ് ആൻഡ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പൈസ തിരിച്ചടയ്ക്കാതിരിക്കാൻ അല്ലെങ്കിൽ ക്ലയന്റ് പൈസ നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. ഓവർ ഡ്യൂ ഫീസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെ ഫീസ് റിക്കവർ ചെയ്യാൻ നമ്മൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കും. പെർസെൻറ്റേജ് ഒരു കണ്ടിജൻസി ഫീസ് വെക്കുകയാണ്, റവന്യൂന്റെ 5% ഫീസ് തരാമെന്ന് പറയുന്നു. റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആണെങ്കിൽ ഓഡിറ്റർ അത് കറക്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. ഹൈ പെർസെൻറ്റേജ് ഫീസിന്റെ സമയത്ത് ക്ലയന്റ് നമുക്ക് നല്ല രീതിയിൽ ക്ലയന്റ് മോർ ദാൻ 15% ഓഫ് ദി റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയന്റ് ആണ് മോർ ദാൻ ഇൻ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. അങ്ങനെയാണ് അത്ര ഒരു ക്ലയന്റിന് നമുക്ക് വിട്ടുകളയാൻ താല്പര്യം ഉണ്ടാവില്ല. ഹൈ പെർസെൻറ്റേജ് ഓഫ് ഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ പോളിംഗ്, ക്ലയന്റിന് ഫീസ് ഇനീഷ്യലി കുറച്ച് കൊടുക്കുന്നു എന്നിട്ട് ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് കുറയ്ക്കുന്നു. നമ്മൾ ക്ലയന്റിന്റെ റിക്രൂട്ട്മെന്റ് സർവീസസിന് ബെനിഫിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് കമ്പനി ഷെയർസിലോ ഡിബെഞ്ചേഴ്സിലോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മൾ ഇതിനു മുന്നേ ക്ലയന്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫേമിൽ ഒരു പാർട്ണർ ക്ലയന്റ് കമ്പനിയിലുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം വി വിൽ ബി ഗിവിംഗ് മോർ ഓഫ് പേഴ്സണൽ ഇമ്പോർട്ടൻസ്. നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കും കൂടുതൽ നമ്മൾ താല്പര്യം കാണിക്കുക. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വി കൺസിഡർ സെൽഫ് ഇൻട്രസ്റ്റഡ്. ആൻഡ് നമ്മൾ പറഞ്ഞു വെൻ കൺസിഡറിങ് ദ സേഫ് ഗാർഡ്, ഇവിടെ എവിടെയൊക്കെയാണോ ഒരു ഇൻഡിവിജ്വൽ കാരണം പ്രശ്നം ഉണ്ടാവുന്നത്, ലൈക്ക് മാനേജറുടെ വൈഫ് ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്യുന്നു, മാനേജർ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു, മാനേജറും കമ്പനിയും തമ്മിൽ ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്, മാനേജർക്ക് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ദെൻ മാനേജർ ഇതിനു മുന്നേ ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാക്കുന്ന ഇഷ്യൂ ആണെങ്കിൽ ഓൾവേസ് യു ക്യാൻ മെൻഷൻ യു ഷുഡ് റിമൂവ് ദാറ്റ് ഇൻഡിവിജ്വൽ ഫ്രം ദ എൻഗേജ്മെന്റ് ടീം ആൻഡ് ആൻ ഓൾട്ടർനേറ്റ് ഇൻഡിപെൻഡന്റ് പേഴ്സൺ ഷുഡ് ബി അപ്പോയിന്റഡ്. അതായത് ആ ഇൻഡിവിജ്വൽ ആരാണോ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ എപ്പോഴും റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം ആണെങ്കിൽ. ഇനി അതിന് ഫോളോ അപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറയാം എന്നിട്ട് എക്സ്റ്റേണൽ റിവ്യൂറെ വെച്ച് ഇയാൾ ചെയ്ത വർക്ക് റിവ്യൂ ചെയ്യുകയും ചെയ്യണം, ഓഡിറ്റ് വർക്ക്. ഇനി സപ്പോസ് എങ്ങാനും ഫേമായിട്ട് ഇഷ്യൂ ആവുന്നതാണ്, ഫേമിന്റെ പാർട്ണർ ക്ലയന്റിന്റെ ബോർഡിലുണ്ട്, ഫേം ലോൺ കൊടുത്തിട്ടുണ്ട് ക്ലയന്റിന്, ഫേമിന് ഹ്യൂജ് ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി കിട്ടി, ഫേം അത് വാങ്ങി, അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യാം. ഇനി ക്വാളിറ്റി കുറയാനുള്ള സാഹചര്യങ്ങളിലൊക്കെ ലൈക്ക് ലോ ബോളിങ്, പെർസെൻറ്റേജ് ഫീസ്, ഓവർ ഫീസ്, അവിടെയൊക്കെ എക്സ്റ്റേണൽ റിവ്യൂറെ വെച്ച് വർക്ക് റിവ്യൂ ചെയ്യണം. ഓവർ ഫീസിന്റെ കേസിൽ പിന്നെ സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞിരുന്നു അൺടിൽ ദ ഫീസ് ഈസ് സെറ്റിൽഡ് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല.
ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യണം. അപ്പോൾ ആ ഓരോ റിസ്കുകളും അനുസരിച്ച് തന്നെ, ഐ മീൻ ത്രെട്ടുകൾ അനുസരിച്ച് തന്നെ സേഫ് ഗാർഡ്സ് പറയാം. ഇനി സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് Sir, പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്കവിടെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോറി sir, ഈ റെഫറൽ ഫീസ് ഇല്ല, ആ ആ റെഫറൽ ഫീസ് എങ്ങനെ നമ്മളെ എത്തിക്സിനെ ബാധിക്കാന്ന് പറഞ്ഞുതരും. ഇപ്പൊ നമ്മളിപ്പോ ലിസ്റ്റ് എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മള് വേറൊരു ഓഡിറ്റ് ഫേമിനെ നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മള് അവരിൽ നിന്ന് ഒരു റെഫറൽ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ എത്തിക്കലി റെഫറൽ ഫീസ് പല രീതിയിൽ ഇഷ്യൂ ആയിട്ട് വരും ഇവിടെ. റെഫറൽ ഫീസ് എന്ന് പറയുന്ന ഓഡിറ്റ് ക്ലയന്റിനെ റെഫർ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പം ഒരു ക്ലയന്റിന് വർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ക്ലയന്റ് ഈസ് പ്ലാനിങ് ടു യൂസ് എ ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് ഓഫ് അനദർ ഓഡിറ്റർ. അപ്പൊ ഡ്യൂ ഡിലിജൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഡിറ്ററിന് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്യൂ ഡിലിജൻസ് കഴിഞ്ഞ ശേഷം അക്യൂസിഷൻ വരും. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മളായിട്ട് റെക്കമെൻഡ് ചെയ്ത ഓഡിറ്റർ ആണത്. സോ വി വോണ്ട് ബി ഏബിൾ ടു ടോക്ക് അഗൈൻസ്റ്റ് ദം. സോ വിൽ ഗീവ് എ ഫേവറബിൾ ഒപ്പീനിയൻ. കേസ് നമ്പർ 1. 2, നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ ഓഡിറ്ററിന്, പ്രീവിയസ് ഓഡിറ്ററിന് ഒരു പർട്ടിക്കുലർ റെഫറൽ ഫീസ് കൊടുത്തു എന്ന് പറഞ്ഞു. സോ ദാറ്റ് വിൽ കംസ് ആസ് പാർട്ട് ഓഫ് അവർ ഫീ, കോസ്റ്റ് ആയി മാറും. അപ്പൊ ആ കോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് അവിടെ ത്രെട്ട് ആയിട്ട് വരാം. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ഫേമിനാണ് റെഫർ ചെയ്തെങ്കിലോ, എങ്ങനെയാടാ? നമുക്ക് തീരെ അറിയാത്തൊരു ഓഡിറ്റ് ഫേമിനാണ് റെഫർ ചെയ്തത്, ആ അപ്പോഴും വരുമോ? നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്ന സമയത്താണ് ഇഷ്യൂ വരിക. അതുകൊണ്ടാണ് പറയുന്നത് റെഫറൽ ഫീസ് അലൗഡ് അല്ല എന്ന്. മനസ്സിലായോ? റെഫറൽ ഫീസ് എന്ന് പറയുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി വി വിൽ ബി ഗെറ്റിംഗ് എൻ എമൗണ്ട് ഓഫ് ഫീ. അപ്പൊ അവിടെയാണ് റെഫറൽ ഫീസ് അലൗഡ് അല്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കവിടെ ഓൾറെഡി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് റെഫറൽ ഫീസ് തന്നെ പറയുന്നത്. റെഫറൽ അലൗഡ് അല്ല എന്നല്ല പറഞ്ഞത്, റെഫറൽ ഫീസ് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സർ, ഏതൊരു ക്വസ്റ്റ്യനിൽ റെഫറൽ ഫീസ് അലൗഡ് ആണ്, സേഫ് ഗാർഡ് ഉണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ. എടാ, എത്തിക്സിന്റെ കേസിൽ നമ്മൾ എപ്പോഴും പറയാറില്ലേ, എത്തിക്സിന്റെ കേസിൽ എനിത്തിങ് ക്യാൻ ബി യുവർ ആൻസർ ഇഫ് ഇറ്റ് ഈസ് അപ്രോപ്രിയറ്റ്ലി ജസ്റ്റിഫൈഡ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫീസ് തരുന്നുണ്ടെന്നുള്ള കേസ് പറയാണ്. ഇപ്പൊ ഫീസ് തരുന്നുണ്ടെന്ന, സോറി ഫീസ് പോട്ടെ, ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി തരുന്നുള്ള കേസ് പറയാണ്. അവിടെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാണ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഓഡിറ്റ് ക്ലൈന്റ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദി എൻറ്റിറ്റി. നമുക്കത് ട്രിവിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മളത് ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും വരിക. ആൻഡ് ഈവൻ ഒരു പർട്ടിക്കുലർ ത്രെട്ട് ഏത് ത്രെട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇപ്പൊ പറയാണ്, ഇപ്പൊ ക്ലയന്റ് ക്ലയന്റിന് നമ്മൾ അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് അക്കൗണ്ടിങ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീമിനെ യൂസ് ചെയ്തിട്ട് സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സർവീസ് അവർ പറഞ്ഞേക്കുന്നത് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. ടാക്സ് റിട്ടേൺ ആൻഡ് ടാക്സ് അഡ്വൈസ്. സോ അത് നമുക്ക് പറയുന്ന സമയത്ത് യു ക്യാൻ മെൻഷൻ ഇറ്റ് as ബോത്ത് സെൽഫ് റിവ്യൂ ത്രെട്ട് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് അതെങ്ങനെ പറയാൻ പറ്റുക? ബിക്കോസ് ഹൈ പെർസെന്റേജ് ഫീസ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്ലയന്റ് ആയിട്ട് പറയാം. സെൽഫ് റിവ്യൂ ത്രെട്ട് ആയിട്ട് എന്തുകൊണ്ടാണ് പറയാ? നമ്മൾ ചെയ്ത വർക്കായിട്ട് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട്, അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ട് വരും എന്ന് പറഞ്ഞു പറയാം. മനസ്സിലായോ? അപ്പം അവിടെ മാത്രം നമ്മൾ എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ജസ്റ്റിഫൈ ചെയ്യുന്ന അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് വരിക. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? സാർ, അപ്പൊ അതിന്റെ സേഫ് ഗാർഡ് വരുന്നത് റെഫറൽ ഫീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നല്ലേ വരണ്ടേ? അല്ല, ജനറൽ ആയിട്ട് നിങ്ങൾ സേഫ് ഗാർഡ് അറ്റൻഡ് എഴുതിയാൽ മതി. റെഫറൽ ഫീസ് അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് തന്നെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഓക്കെ, അതായിരുന്നു നമ്മൾ ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ച ഓർമ്മയുണ്ടോ? ഓഡിറ്റ് ഫീ. യെസ് സാർ. ഓഡിറ്റ് ഫീന്റെ അകത്ത് നമ്മൾ അതായിരുന്നു പഠിച്ചത്. റെഫറൽ ഫീസ് പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജൻസി ബേസിസിലുള്ള ഫീസ് അതൊന്നും അലൗഡ് അല്ല. ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് വേണം അവർലി റേറ്റിൽ ഫീസ് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഈ റെഫറൽ ഫീസ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ കോമ്പിറ്റൻസിനെ വെച്ച് പറയുന്നുണ്ട്. റെഫറൽ ഫീസ് പറയുന്ന സമയത്ത് കോമ്പറ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞാലും മതി. അതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞേ, പ്രൊഫഷണൽ കോമ്പിറ്റൻസിനെ ബാധിക്കും. റെഫറൽ ഫീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നുണ്ട്. അവിടെ നമ്മുടെ റെഫറൽ ഫീസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോമ്പീറ്റന്റ് അല്ലാത്ത ആളുകളെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ വർക്കിന്റെ ക്വാളിറ്റി അവിടെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഡിറ്ററേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള ബേസിസിൽ പറഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്ന ഏതായിരുന്നു ലാസ്റ്റ്? സെൽഫ് റിവ്യൂ അല്ലായിരുന്നോ? സോ സെൽഫ് റിവ്യൂ ത്രെട്ട്. സോ സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു
നമ്മളൊരു ക്ലയന്റിന് വർക്ക് പെർഫോം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെ വർക്ക് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയാം. ടാക്സ് സർവീസോ ഇന്റേണൽ ഓഡിറ്റ് സർവീസോ കോർപ്പറേറ്റ് ഫിനാൻസോ അല്ലെങ്കിൽ അഷുറൻസ് ക്ലയന്റിന്റെ കൂട്ടത്തിൽ നമ്മൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലയന്റിന് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, അവിടെയൊക്കെ വരുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയാം. അപ്പൊ നോർമലി സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഓൾറെഡി നിങ്ങൾ ക്ലയന്റ് ഒരു വർക്ക് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ക്ലയന്റിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാലോ സെൽഫ് റിവ്യൂ ത്രെട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസിൽ നിങ്ങൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ട സേഫ് ഗാർഡ് ആണ്. അവിടെ ആദ്യം നോക്കണം നിങ്ങൾ ലിസ്റ്റഡ് ആണോ നോൺ ലിസ്റ്റഡ് ക്ലയന്റ് ആണോ എന്നുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്ലയന്റ് ലിസ്റ്റഡ് ആണോ അതോ നോൺ ലിസ്റ്റഡ് ആണോ എന്ന് നോക്കുക. ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇറ്റ്സ് എ ബിഗ് നോ. അതർ ദാൻ ഓഡിറ്റ് സർവീസ് നമ്മൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. വി നീഡ് ടു പൊളൈറ്റ്ലി ഡിക്ലൈൻ ഇറ്റ്. നോൺ ലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീമിനെ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും നോൺ ലിസ്റ്റഡ് ആണെങ്കിൽ. ബട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് ഓൾറെഡി ലിസ്റ്റഡ് ആണെങ്കിൽ നോൺ ലിസ്റ്റഡ് ആണെങ്കിൽ വർക്ക് ചെയ്ത് കൊടുത്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആരാണ് വർക്ക് പെർഫോം ചെയ്ത് അവർ എൻഗേജ്മെന്റ് ടീമിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ പറയാം. എക്സ്റ്റേണൽ റിവ്യൂറെ വെച്ച് ദാറ്റ് പാർട്ട് ഓഫ് വർക്ക് റിവ്യൂ ചെയ്യണം എന്നും പറയാം. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. അടുത്തത് അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതും ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നോർമലി അഡ്വക്കസി ത്രെട്ടായിട്ട് വരുന്നുണ്ടാവുക കേസ് ഏതായിരിക്കും, അതായത് നിങ്ങളിപ്പം ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ക്ലയന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ക്ലയന്റ് നിങ്ങളോട് ചോദിക്കുകയാണ് ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിക്കാവുന്നു. ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ലോൺ ഫിനാൻസ് എടുക്കാൻ വേണ്ടിയിട്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്ലയന്റ് കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ബോർഡിന്റെ അടുത്ത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാവാം, ഇവരെ റെപ്രസെന്റ് ചെയ്ത് നമ്മളോട് ചിലപ്പോൾ ഒരു മറ്റേ കമ്പനിനെ അക്വിസിഷൻ നടത്താൻ വേണ്ടിയിട്ടാവാം. സോ വെനെവർ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റെപ്രസെന്റിങ് ദ കമ്പനി, അവിടെ ഉള്ളതാണ് അഡ്വക്കസി ത്രെട്ട്. പലപ്പോഴും അഡ്വക്കസി ത്രെട്ട് നമുക്ക് സേഫ് ഗാർഡ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യണം. ഇനി ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ആരെങ്കിലും ഇതിനു മുന്നേ നമ്മുടെ ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേം ക്ലയന്റ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുന്നതാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയാം. ആൻഡ് ബേസിക്കലി ഫെമിലിയാരിറ്റി ത്രെട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയും ഓഡിറ്ററും തമ്മിൽ മോർ ദാൻ ദെയർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ഫെമിലിയാരിറ്റി ത്രെട്ട് വരിക. അപ്പൊ നിങ്ങളോട് പറയാണ് ഓഡിറ്ററിനെ ഒരു ക്ലയന്റ് കമ്പനി ഒരു ഫുട്ബോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്, അവരുടെ ഡോട്ടറുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, വെഡിങ് റിസപ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാണ്. അപ്പം ലെറ്റ് ഇറ്റ് ബി എനി കേസ്, അവിടെ ഓഡിറ്ററും ക്ലയന്റും തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കയറി വരുന്ന കേസുകൾ കൂടുതൽ വരികയാണ് ദാൻ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അവിടെയായിരിക്കും ഫെമിലിയാരിറ്റി ത്രെട്ട് വരുന്നുണ്ടാവുക. ഇനി ഇന്റിമിഡേഷൻ ആൻഡ് ഫെമിലിയാരിറ്റി ത്രെട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു സേഫ് ഗാർഡ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് പൊളൈറ്റ്ലി ഡിക്ലൈൻ ചെയ്യുക. ഇൻഡിവിജ്വൽ കാരണം കൊണ്ടാണ് ഇൻഡിവിജ്വലിനെ ടീമിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഫേം മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം തന്നെ ഡിക്ലൈൻ ചെയ്യുക അപ്പോയിന്റ്മെന്റ്. ഇനി ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയുമ്പോൾ ലോജിക്കലി 3 കേസിലാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് വരാറ്. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചേ? കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, പിന്നെ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻസ് ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൊയേഷൻ ത്രെറ്റനിങ്, ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ പേടിപ്പിക്കുകയാണ്, നിങ്ങളോട് പറയുന്ന അടുത്ത വർഷത്തെ ഓഡിറ്റ് തരില്ല, നിങ്ങൾ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നിങ്ങളെ അവരെന്താ പറയാ അപ്പോയിന്റ്മെന്റിൽ നിന്ന് മാറ്റും, റീഅപ്പോയിന്റ് ചെയ്യൂല, നിങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിനെയാണ് കൊയേഷൻ എന്ന് വിളിക്കുക. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ മേലെ അതോറിറ്റി ഉള്ള ഒരാൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൃത്തിക്ക് ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എവിഡൻസുകൾ തരുന്നില്ല, ക്ലയന്റിന്റെ ഇൻവെന്ററി കൗണ്ട് നടത്തുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നില്ല, ഇൻവെന്ററി കൗണ്ടിലേക്ക് ആക്സസ് തരുന്നില്ല, കമ്പനിയുടെ ഏതെങ്കിലും എംപ്ലോയീസിലേക്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഡയറക്ടറിനോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇന്റിമിഡേഷൻ ത്രെട്ടിനുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുക. അത് നമ്മൾ പറഞ്ഞ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ സ്കോപ്പിന്റെ അകത്ത് ലിമിറ്റേഷൻസ് വരുത്തുകയാണ്. അപ്പൊ ഇങ്ങനെ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, ഇവിടെ എല്ലാം ഇന്റിമിഡേഷൻ ത്രെട്ട് വരും. ഇവിടെ എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്തായിരുന്നു? ഈ ഇഷ്യൂ നിങ്ങൾ ദോസ് ചാർജ് വിത്ത് ഗവർണൻസുമായിട്ടും ഓഡിറ്റ് കമ്മിറ്റിയായിട്ട് ഡിസ്കസ് ചെയ്യുക. എൻഗേജ്മെന്റിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് അവർ ചെയ്തു തന്നു കഴിഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ ദ എൻഗേജ്മെന്റ് ഓർ എൽസ് യു നീഡ് ടു റിസൈൻ ഫ്രം ദ എൻഗേജ്മെന്റ്. ഇതായിരുന്നു ഇന്റിമിഡേഷൻ ത്രെട്ടിന്റെ സേഫ് ഗാർഡ് എന്ന് പറയാം.
സോ ഇത്രയായിരുന്നു നമുക്ക് ത്രെട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ത്രെട്ട് മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ ത്രെട്ടുകളായിട്ട് കയറി വരാം, അതായത് മൾട്ടിപ്പിൾ ത്രെട്ടിലേക്ക് ലീഡ് ചെയ്യാം. ഇതിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ത്രെട്ടുകളാണ് സെൽഫ് ഇൻട്രസ്റ്റ്, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. കാരണം ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇത് മൂന്നും വരാം. ബട്ട് അവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് സെൽഫ് ഇൻട്രസ്റ്റ്. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് പുറമെ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ട് വരുന്ന ബന്ധങ്ങളാണെങ്കിൽ ഫെമിലിയാരിറ്റി. നിങ്ങളെ പേടിപ്പിക്കുകയോ നിങ്ങളുടെ മേലെ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഇന്റിമിഡേഷൻ എന്ന് പറയാം. അങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഇനി അല്ലെങ്കിലും പലപ്പോഴും ത്രെട്ടുകൾ ബേസ്ഡ് ഓൺ സിനാരിയോ ആയിരിക്കും. ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഇപ്പൊ ക്ലയന്റ് ആസ് പാർട്ട് ഓഫ് ഓഡിറ്റ് നിങ്ങളോട് ക്ലയന്റിന്റെ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിന്റെ സമയത്ത് നിങ്ങളോട് പറയാണ്, ഫസ്റ്റ് ഡേ ഓഫ് ഓഡിറ്റിന്റെ അന്ന് ക്ലയന്റും നിങ്ങളെ ക്ലയന്റിന്റെ എക്സ്പെൻസ് ഒരു ലക്ഷറി ഹോട്ടലിൽ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു ഫസ്റ്റ് ഡേ ഓഡിറ്റ് കഴിഞ്ഞ ഉടനെ. അപ്പൊ അവിടെ നമ്മൾ പറയുന്നുണ്ടാവും ഏത് ത്രെട്ടായിരിക്കും? ഇറ്റ്സ് എ ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് ഓഫർഡ് ടു ദ ഓഡിറ്റർ ബൈ ദ ക്ലയന്റ്. ഇറ്റ് മേ റെപ്രസെന്റ് സെൽഫ് ഇൻട്രസ്റ്റഡ് ബിക്കോസ് ദ ഓഡിറ്റർ മൈ ബി ബയാസ്ഡ്. ബട്ട് നിങ്ങളോട് അവിടെ പറയാണ്, ആഡ് ഓൺ ആയിട്ട് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, ദ ക്ലയന്റ് കമ്പനി ഈസ് പ്ലാനിങ് ടു ടേക്ക് ദ ഓഡിറ്റ് ഫേം സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്പനി സ്റ്റാഫ് ടുഗെദർ ഫോർ എ ലക്ഷറി ഔട്ടിംഗ് എന്ന് പറയാണ്. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്? ക്ലയന്റിന്റെ സ്റ്റാഫ് ഉണ്ട്, ഓഡിറ്റ് ഫേമിന്റെ സ്റ്റാഫ് ഉണ്ട്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു പറയാണ്. സോ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ബിക്കോസ് ഓഫ് ഗെറ്റിംഗ് ദാറ്റ് ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ആൻഡ് ദർ ഈസ് ഓൾസോ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ഏത് ത്രെട്ടായിരിക്കും? ഫെമിലിയാരിറ്റി, ബിക്കോസ് ദേ വിൽ ബി എ നോൺ ബിസിനസ് റിലേഷൻഷിപ്പ്, അല്ലേ? ഒരു പ്രൊഫഷണൽ അല്ലാതെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്ലയന്റ് സ്റ്റാഫ് ഓഡിറ്റ് ടീം മെമ്പേഴ്സും തമ്മിൽ വരും. സോ ദേ വിൽ ബി എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിച്ച് മേ ലീഡ് ടു ഫെമിലിയാരിറ്റി ത്രെട്ട്. അപ്പൊ അങ്ങനെ സിനാരിയോ നോക്കിയിട്ടായിരിക്കും ത്രെട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുക, അല്ലാതെ ഇന്ന സിറ്റുവേഷൻ ഇന്ന ത്രെട്ട് തന്നെ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ റെഫറൽ ഫീസ് വന്നു അപ്പൊ ഇന്ന ത്രെട്ട് തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനാരിയോ അത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും വരിക. ആൻഡ് നമ്മളോട് എക്സാമിന് പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ജസ്റ്റിഫൈ ഇറ്റ് ഇൻ എനി മാനർ, യു ജസ്റ്റ് വാണ്ട് ടു ഗീവ് എ പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ. ആൻഡ് അവിടെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ അപ്രോപ്രിയറ്റ്ലി ജസ്റ്റിഫൈ ചെയ്യണമെന്നേ ഉള്ളൂ, കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഇഫ് യു ജസ്റ്റിഫിക്കേഷൻ ഈസ് റീസണബിൾ യു വിൽ ഗെറ്റ് ദ മാർക്ക്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ത്രെട്ടും കൂടെ പഠിച്ചിരുന്നു. മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓഡിറ്ററായി നമ്മൾ ക്ലയന്റ് കമ്പനി ചെല്ലുമ്പോൾ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളായിട്ട് എന്തെങ്കിലും എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ത്രെട്ടാണ് എന്ത്? മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയാം. ബിക്കോസ് ഓഡിറ്റർ വിൽ ബി ബയാസ്ഡ് ആൻഡ് ഡ്യൂ ടു വിച്ച് ഓഡിറ്ററിന്റെ ഇൻഡിപെൻഡൻസ് അഫക്റ്റഡ് ആവും. അതാണ് മാനേജ്മെന്റ് ത്രെട്ട്. മാനേജ്മെന്റ് ത്രെട്ട് എപ്പോഴും ഫ്രീക്വന്റ്ലി അസോസിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏതൊക്കെ ത്രെട്ടുമായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്? അഡ്വക്കസി ആൻഡ് സെൽഫ് റിവ്യൂ. ക്ലയന്റിന് എന്തെങ്കിലും റെക്കോർഡ്സോ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ക്ലയന്റ് നമ്മളോട് പറഞ്ഞു അവരുടെ ഒരു ലോൺ എടുക്കാനായിട്ട് ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു ഓഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ സെൽഫ് റിവ്യൂ ത്രെട്ട്. അലോങ് വിത്ത് ദാറ്റ് മാനേജ്മെന്റ് ത്രെട്ട് വിൽ ഓൾസോ കം. കാരണം മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ് അത് ഉണ്ടാക്കുക എന്നുള്ളത്. ക്ലയന്റ് നമ്മളോട് പറഞ്ഞു ഒരു ടാക്സ് ഡിസ്പ്യൂട്ട് ഉണ്ട്, ടാക്സേഷൻ അതോറിറ്റിയുടെ നമ്മളോട് പെട്ടെന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. സോ ഇറ്റ് മേ റെപ്രസെന്റ് അഡ്വക്കസി ത്രെട്ട്. അറ്റ് ദ സെയിം ടൈം വി ആർ ഡൂയിങ് ദ ക്ലയന്റ്സ് റെസ്പോൺസിബിലിറ്റി. മാനേജ്മെന്റ് ത്രെട്ട് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ത്രെട്ടാണ് എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അവിടെ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചൊരു ത്രെട്ടായിരുന്നു. നമ്മളോട് സിനാരിയോയിൽ പറയാണ് യു ആർ ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസിന്റെ കോമ്പീറ്റന്റ് മാർക്കറ്റ്. പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന പല എൻറ്റിറ്റീസും നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആയിരുന്നു ആപ്പിൾ ആൻഡ് സാംസങ്. അല്ലെ നിങ്ങളോട് പറയുന്നു രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രേഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ ട്രേഡ് ചെയ്യുന്ന രണ്ട് കമ്പനീസിന്റെ കോമ്പറ്റീറ്റേഴ്സ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രേഡ് ചെയ്യുന്ന കമ്പനീസിന്റെ ഓഡിറ്റ് നമ്മളാന്ന് പറയാം. അപ്പോൾ when we are auditing multiple entities in a competent market or the entities that trade with each other, they will be threat to objectivity and confidentiality. And അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട അവിടുത്തെ സേഫ് ഗാർഡ്സിനാണ്. ആൻഡ് പ്രയോറിറ്റി വൈസ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സേഫ് ഗാർഡ് എടുക്കേണ്ടത് എന്താ? നമ്മുടെ രണ്ട് ക്ലയന്റിനെയും, അതായത് ഈ കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് ക്ലയന്റിനെയും നോട്ടിഫൈ ചെയ്യണം അബൌട്ട് ദിസ് ഇഷ്യൂ ആൻഡ് വി നീഡ് ടു ഒബ്റ്റെയിൻ കൺസെന്റ് ഫ്രം ദം. അവർ കൺസെന്റ് തന്നാൽ മാത്രമേ നമുക്ക് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ? ആൻഡ് അഡീഷണൽ സേഫ് ഗാർഡ്സ് നമ്മൾ പറഞ്ഞു വി നീഡ് ടു യൂസ് സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം ഫോർ ബോത്ത് കമ്പനീസ്. ദർ ഷുഡ് ബി പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. അതേപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ്സ് എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ നമ്മൾ റെഗുലർലി ഈ സേഫ് ഗാർഡ്സ് ഓരോന്നും കൃത്യം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് റിവ്യൂ ചെയ്ത് പോകണം. ആൻഡ് ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് കൊടുക്കണം. ആൻഡ് ഈ ഏതെങ്കിലും സേഫ് ഗാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വി നീഡ് ടു റിസൈൻ ഫ്രം ദി എൻഗേജ്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലി എൻഗേജ്മെന്റ് സമയത്ത് തന്നെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലൈൻ ചെയ്യാതെ തന്നെ. സോ ദീസ് ആർ ദ സേഫ് ഗാർഡ്സ് ടു ബി ടേക്കൺ
when we are auditing multiple entities in a competent market or entities that trade with each other. Clear ആയോ? Yes, sir. Okay. So നോർമലി നമുക്ക് ഇത്രയും ഏരിയസ് ആണ് നമ്മുടെ 50 മാർക്സിൻ്റെ അകത്തുനിന്ന് ചോദിക്കാറുള്ളത്. ഇനി ഇതിന് പുറമെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് റിസ്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് നാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. അതായത് നിങ്ങൾക്ക് റിസ്ക് അവർ തന്നെ പിക്ക് ചെയ്ത് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും അത് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി പോസിബിലിറ്റി ഓഫ് മിസ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ സാധാരണ റിസ്ക് എഴുതുന്ന പോലെ തന്നെ ഇന്റർപ്രിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അവിടെ എന്തൊക്കെ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ആണുള്ളത്, ഓക്കെ, ഇന്ന പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്സ് ആണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഇത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് മിസ്റ്റേക്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം വിൽ ഡു എ ക്വസ്റ്റ്യൻ ടുമോറോ. അപ്പോൾ അതിന്റെ ബേസിസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് നോർമലി നമ്മുടെ 50 മാർക്സിനകത്ത് ചോദിക്കാറുള്ളത്. പിന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് ദ ക്യാൻ ബി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ റാൻഡം സ്റ്റാൻഡേർഡിന്റെ ബേസിസ് ചോദിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ടെക്നിക്കൽ ആർട്ടിക്കിളും സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആസ് വെൽ, സസ്റ്റൈനബിലിറ്റിയുടെ ഏരിയ. സോ യു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ദാറ്റ് ആസ് വെൽ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? പക്ക? ഓക്കെ. അപ്പം ഇത്രയായിരുന്നു 50 മാർക്സിന്റെ ഏരിയയിൽ നമുക്ക് ഏകദേശം പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും ഒന്നും കൂടെ പ്രോപ്പർലി റിവൈസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഇനി 25 മാർക്സിന്റെ ഏരിയയിലേക്ക് പോവാം. ഓക്കെ, Yes, sir. സോ നൗ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഏരിയ ഓഫ് 25 മാർക്സ്. 25 മാർക്സ് തന്നെ നമുക്ക് ഫസ്റ്റ് വിൽ കവർ ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. സോ ബേസിക്കലി റിപ്പോർട്ടിങ്ങിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വി നോ ദാറ്റ് ബേസിക്കലി റിപ്പോർട്ടിങ്ങിൻ്റെ അകത്ത് നമുക്ക് റിവൈസ് ചെയ്യാൻ കുറേ ഉണ്ട്. സോ നമുക്ക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും കൂടുതൽ വരാറുള്ളത്. സോ നോർമലി നമുക്ക് ചോദിക്കാറുള്ള മാറ്റേഴ്സിന്റെ പാറ്റേൺ ആദ്യമേ ഡിസ്കസ് ചെയ്യാം. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് നമ്മളോട് ചോദിക്കാറുള്ളത്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷൻ ചോദിക്കാറുണ്ട്. ദെൻ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് നമ്മളോട് ചോദിക്കാറുണ്ട്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ പ്രൊസീജിയേഴ്സ് ചോദിക്കാറുണ്ട്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ചോദിക്കാറുണ്ട്. സോ ഇത്രയാണ് പ്രൈമറി ആയിട്ട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് നമ്മളോട് ചോദിക്കാറുള്ളത്. സോ ഇനി ഗെറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് പാർട്ട്. നമ്മളവിടെ എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് മാറ്റേഴ്സിന്റെ എലമെന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മാറ്റേഴ്സിന്റെ പാർട്ട് എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഫോളോസ് ഓൾമോസ്റ്റ് സിമിലർ ഫോർമാറ്റ് ഓഫ് ദി ഓഡിറ്റ് റിസ്ക് ഇറ്റ് സെൽഫ്. സോ ബേസിക്കലി മാറ്റേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യമേ എഴുതുന്നുണ്ടാവുക മെറ്റീരിയാലിറ്റി തന്നെയായിരിക്കും. ബട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 50 മാർക്സിന്റെ ഏരിയയിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് നമ്മൾ ബെഞ്ച് മാർക്ക് കുറേ എണ്ണം പറഞ്ഞിരുന്നു. പ്രോഫിറ്റബിലിറ്റി, റവന്യൂ, ഗ്രോസ് പ്രോഫിറ്റ്, ടോട്ടൽ അസറ്റ്, നെറ്റ് അസറ്റ്സ്, ഇതെല്ലാം പറഞ്ഞിരുന്നു. ആൻഡ് അവിടെ നമ്മൾ പറഞ്ഞു എക്സാമിനർ പറയുന്നത് ബേസ് ചെയ്ത് ലോവർ ലിമിറ്റ് ഓർ അപ്പർ ലിമിറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവണം. ബട്ട് 25 മാർക്സിന്റെ ക്വസ്റ്റനിലേക്ക് വന്നപ്പോൾ ഇവിടെ വരുന്ന മേജർ വ്യത്യാസം എന്തായിരുന്നു? ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ ലോവർ ലിമിറ്റ് മാത്രമായിരിക്കും. അപ്പർ ലിമിറ്റിന് മേലെ ഫോക്കസ് ചെയ്യേണ്ട, ലോവർ ലിമിറ്റ് ഫോക്കസ് ചെയ്യുക. ആൻഡ് ദേ വോണ്ട് ബി എനി സ്പെസിഫിക് ബെഞ്ച് മാർക്ക് പ്രൊവൈഡഡ് ബൈ ദ ഓഡിറ്റർ, ബൈ ദ എക്സാമിനർ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ക്രൈറ്റീരിയ ആണെന്നുള്ളത് നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യുക. അതായത് ബേസ്ഡ് ഓൺ പ്രോഫിറ്റബിലിറ്റി, ഇറ്റ് റെപ്രസെന്റ് 5% ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി, ദെയർഫോർ ഇറ്റ് ഈസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ പറയുക. അപ്പൊ ഏതാണ് ബെഞ്ച് മാർക്ക്, ആ സ്പെസിഫിക് ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്ത് തന്നെ പറയുന്നുണ്ടാവണം. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് മെറ്റീരിയാലിറ്റി പറയുന്ന സമയത്ത് നമുക്കിവിടെ പ്രോഫിറ്റബിലിറ്റി, റവന്യൂ ഏതിന്റെ ബേസിസ് വേണമെങ്കിലും പറയാം. നിങ്ങൾ ഏതെങ്കിലും മിനിമം 2 എണ്ണത്തിന്റെ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഏതെണ്ണത്തിന്റെയും ഒരെണ്ണത്തിന്റെയും ബേസിസ് മെറ്റീരിയൽ ആയിട്ട് വരികയാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയായിരിക്കും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് തന്നെ നിങ്ങളും പറയാം. ഇവിടെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്ന സമയത്ത് സ്പെസിഫിക്കലി ശ്രദ്ധിക്കേണ്ടത് എന്താണോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്വയർഡ് ട്രീറ്റ്മെന്റ്, റിക്വയർഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി. മൂന്നാമതായിട്ട് വോട്ട് വെന്റ് റോങ് ആയിരിക്കും നമ്മൾ പറയാം. ബിക്കോസ് നോർമലി ഇവിടെ മിസ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ വോട്ട് വെന്റ് റോങ് പറയുന്ന സമയത്ത് ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, സിനാരിയോയും പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സപ്പ് ചെയ്ത് പറയണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ആൻഡ് ഫൈനലി വോട്ട് എവർ ബി ദ ഇമ്പാക്ട് ദാറ്റ് വിൽ ഹാപ്പൻ ഓവർ ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആ ഇമ്പാക്ട് ഓൺ എഫേർട്സ് എന്താണെന്നുള്ളതും പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പറയേണ്ടി വരിക. അപ്പൊ നമ്മൾ പറഞ്ഞ് മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം, വോട്ട് വെന്റ് റോങ് പറയാം, ഇമ്പാക്ട് ഓൺ എഫേർട്സ് പറയാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മാറ്റേഴ്സ് പറയുന്ന സമയത്ത്
നമുക്ക് എപ്പോഴും മിസ്സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. നമ്മൾ മെറ്റീരിയാലിറ്റി എഴുതി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതി, അതിനുശേഷം നമ്മൾ സിനാരിയോ നോക്കുന്ന സമയത്ത് സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യം അപ്രോപ്രിയറ്റ്ലി ട്രീറ്റഡ് ആയിരിക്കും ചിലപ്പോൾ. ആൻഡ് നോർമലി അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റ്യൻസിലാണ്. അങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് അപ്രോപ്രിയറ്റ്ലി ട്രീറ്റഡ് ഇൻ ദ എഫേഴ്സ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താൽ മതി. ബട്ട് അത് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം റവന്യൂ നിങ്ങളോട് അക്കോർഡിംഗ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആസ് പെർ IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്, revenue should be recognized only when the performance obligations are being satisfied. Until then, revenue should not be recognized and need to be treated as deferred income എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയാണ് ഡ്യൂറിംഗ് ദി ഇയർ കമ്പനി ഹാവ് സൈൻ കോൺട്രാക്ട് വിത്ത് 2 of the customers and the contract specifically stated that the company need to deliver the products to the customer warehouse and final inspection of the products have to be performed by the customers. But the product have been delivered to a third-party warehouse. Therefore, the revenue received is treated as deferred income. And it is appropriately accounted for in accordance with IFRS 15 എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് ചില കേസിൽ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് തന്നെ വരാം. അപ്പോൾ വാട്ട് വെന്റ് റോങ് പറയണ്ട, ട്രീറ്റ്മെന്റ് എന്താണോ ട്രീറ്റ്മെന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പോൾ മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് റിക്വയർഡ് എന്താണെന്നുള്ള പറയാം, വാട്ട് വെന്റ് റോങ് പറയണം, സിനാരിയോ പ്ലസ് ട്രീറ്റ്മെന്റ് പറയാം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയാം. ഇനി അടുത്തത് ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റേഴ്സ് ആൻഡ് ഫെർദർ ആക്ഷൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സോ വെൻ യു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മാറ്റേഴ്സ് ആൻഡ് ഫെർദർ ആക്ഷൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഹോൾ സെറ്റ് ഓഫ് ആക്ഷൻസ് തന്നെ പറയുന്നുണ്ടാവണം. അതായത് ഹോൾ സെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണോ നിങ്ങൾ അപ്രോപ്രിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഓരോന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവുക. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ വേണ്ടി വരുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, കറക്റ്റീവ് ആക്ഷൻ എന്താണ് അത് പറയാം. അപ്പൊ നിങ്ങൾ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് പറയണം. മാനേജ്മെന്റുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള പറയാം. അവിടെ പറയുമ്പോഴും പ്രത്യേകം പറയാം ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും എന്താണോ മിസ്സ്റ്റേറ്റ്മെന്റ് ആ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയണം. പ്ലസ് ഹൗ ടു കറക്റ്റ് ഇറ്റ്, എങ്ങനെയാണ് ആ മിസ്സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും പറയണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഡിസ്കസ് വിത്ത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസ് പറയണം. അവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, മാനേജ്മെന്റ് കറക്റ്റീവ് ആക്ഷൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളവിടെ പറയേണ്ടത്. അത് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, റിപ്പീറ്റ് എന്ന് എഴുതാൻ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ. മൂന്നാമതായിട്ട് ഇവർ വീണ്ടും കറക്റ്റ് ചെയ്യാൻ ബില്ലിംഗ് ആവുന്നില്ല, അപ്പം ഡിസ്കസ് വിത്ത് ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് പറയാം. അവിടെ എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്, ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കും ഇഫ് മാറ്റേഴ്സ് റിമെയിൻസ് അൺകറക്റ്റഡ് എന്നുള്ളത് ദോസ് ചാർജ് വിത്ത് ഗവേണൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയണം. ആൻഡ് നാലാമതായിട്ട് എന്നിട്ടും അവർക്ക് കറക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ പറയാം. എന്നിട്ടും അവർക്ക് കറക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഫൈനലി വാട്ട് എവർ ബി ദി ഇമ്പാക്ട് ഓൺ എഫേഴ്സ് അതെന്താന്നുള്ളത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറയാം. സോറി, ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണോ ഓഡിറ്റ് റിപ്പോർട്ടിന് മേലെയുള്ള ഇമ്പാക്ട് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറയാം. ഇപ്പോൾ ഒരു ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സപ്പോസ് കൺസിഡർ ദാറ്റ് സിനാരിയോയ്ക്ക് നമ്മളോട് പറയാണ് കമ്പനി ഒരു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാനുണ്ടായിരുന്നു. കമ്പനി ആ പ്രൊവിഷൻ എമൗണ്ട് 10 million നിന്ന് 5 million ആയിട്ട് കുറച്ചു. ഓഡിറ്റ് ഫീൽഡ് വർക്ക് വഴി നമുക്ക് മനസ്സിലായി ശരിക്കും 10 million തന്നെ വേണമെന്ന്. അപ്പം അതാണ് സിറ്റുവേഷൻ. അപ്പം നമ്മൾ അവിടെ എന്ത് പറയാം, the audit team should discuss with management about the rationale on the basis of which provision has been reduced from 10 million to 5 million. And in case if it is not reasonable, auditors should request the management to recognize additional provision of 5 million by recognizing it as a liability, and corresponding expenses need to be included within the statement of P&L. But in case if the management is unwilling to correct the misstatement, auditors should raise the same request to those charged with governance. But if they are also unwilling, auditors should discuss with them about the impact that will be created over the auditor's report if matters remains uncorrected. But if they still wish to continue without amending the financial statements, auditors should obtain a written representation from them stating the same and should reflect the matter on the auditor's report. ഇതായിരിക്കും നമ്മൾ ഫെർദർ ആക്ഷൻ ആയിട്ട് പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പോൾ ഫെർദർ ആക്ഷൻ പറയുന്ന സമയത്ത് മിസ്സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ളതും പറയുന്നുണ്ടാവണം, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് ഫൈനലി നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക ഇവിടെ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്താന്നുള്ളതായിരിക്കും. സോ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അഗെയിൻ ഇവിടെ വീണ്ടും മെൻഷൻ ചെയ്യണം മെറ്റീരിയാലിറ്റിയുടെ കേസ്.
ബട്ട് ഇവിടെ മെറ്റീരിയാലിറ്റി പറയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും 5-6 മിസ്റ്റേക്മെന്റിനെ കുറിച്ച് ചിലപ്പോൾ. എന്നിട്ട് നിങ്ങളോട് പറയും ഔട്ട് ഓഫ് വിച്ച് ഇന്നിന്റെ മിസ്റ്റേക്കുകൾ അൺകറക്റ്റഡ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വീണ്ടും മെറ്റീരിയാലിറ്റി പറയുന്ന സമയത്ത് ഫുൾ എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. പകരം അൺകറക്റ്റഡ് മിസ്റ്റേക്സ് എന്തൊക്കെയാണോ, സിനാരിയോയ്ക്കകത്ത് തന്നേക്കുന്നതിൽ കറക്റ്റ് ചെയ്യാത്ത മിസ്റ്റേക്സ്, അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണോ, ആ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് വേണം മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്ന് പറയണം. എഗെയിൻ അൺകറക്റ്റഡ് മിസ്റ്റേക്ക് ആണ് പെർവേസീവ് ആണോ എന്ന് പറയേണ്ടത്. അപ്പൊ എന്താ പെർവേസീവ്നെസ് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രകാരം പഠിച്ചിരുന്നു, ഒരു പർട്ടിക്കുലർ ഐഡന്റിഫൈഡ് മിസ്റ്റേറ്റ്മെന്റ് അല്ലെ നമ്മൾ അൺഐഡന്റിഫൈ ചെയ്യാത്ത ഒരു മിസ്റ്റേറ്റ്മെന്റ്, അത് എഫ് എസിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്താണോ അതിനെയാണ് നമ്മൾ പെർവേസീവ് എന്ന് വിളിക്കുക. 3 കേസിലാണ് മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഒരു മിസ്റ്റേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സബ്സ്റ്റാൻഷ്യലി എഫക്ട് ചെയ്യും, മേജർ പോർഷൻ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പെർവേസീവ്. ഒരു മിസ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ചെറിയ ഏരിയ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്, പക്ഷെ അതിലെ മേജർ പോർഷൻ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർവേസീവ് ആണ്. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞു ഒരു മിസ്റ്റേറ്റ്മെന്റ് തന്നെ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർവേസീവ് ആയിരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സിന് എഫ് എസിനെ കുറിച്ച് മനസ്സിലാവാനായിട്ട് വേണ്ട ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണോ, ആ ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ട ഡിസ്ക്ലോഷേഴ്സ് ഏതെങ്കിലും ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും പെർവേസീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞു മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ എന്ന് നോക്കണം, പെർവേസീവ് ആണോ എന്ന് നോക്കണം. പക്ഷേ എക്സാം പെർസ്പെക്റ്റീവില് പെർവേസീവ്നെസ് നമ്മൾ വേറെ രീതി പഠിച്ചിരുന്നു. നമ്മൾ നോക്കുക കമ്പനി പ്രോഫിറ്റിലാണോ എന്ന്. ആൻഡ് കമ്പനി ഓൾറെഡി പ്രോഫിറ്റിലാണ്. സോ പ്രോഫിറ്റ് നിൽക്കുന്ന ഒരു കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ കമ്പനി ഓൾറെഡി ലോസിലാണ്, ലോസ് നിൽക്കുന്ന ഒരു കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, പെർവേസീവ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? സോ പ്രോഫിറ്റ് നിൽക്കുന്ന ഒരു കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ ലോസ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് വിൽ ബി പെർവേസീവ്. അപ്പൊ ഇങ്ങനെ മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഒപ്പീനിയന്റെ കേസ് പഠിച്ചു. ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു ബേസിക്കലി നമുക്ക് 2 കാറ്റഗറി ഓഫ് ഒപ്പീനിയൻ ആണ് വരിക. ഏതൊക്കെയായിരുന്നു? മോഡിഫൈഡും അതേപോലെ തന്നെ അൺമോഡിഫൈഡ് ഒപ്പീനിയനും. മോഡിഫൈഡിനെ നമ്മൾ ഫെർദർ ക്ലാസിഫൈ ചെയ്ത് 3 ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയായിരുന്നു? ക്വാളിഫൈഡ്, അതേപോലെ തന്നെ അഡ്വേഴ്സ്, പിന്നെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അൺമോഡിഫൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? വിൽ കോൾ ഇറ്റ് as അൺക്വാളിഫൈഡ്. ഇനി സപ്പോസ് ദർ ഇസ് എ മിസ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഗ്രീൻ കളറിൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. മിസ്റ്റേറ്റ്മെന്റ് when there is a misstatement in the company's financial statements which is not material and not pervasive, എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? True and fair. അൺക്വാളിഫൈഡ് നമ്മൾ ട്രൂ ആൻഡ് ഫെയർ ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. when there is a misstatement which is material and pervasive, എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? അഡ്വേഴ്സ് Adverse. ഒപ്പീനിയൻ കൊടുക്കുക. when there is a misstatement which is material but not pervasive, എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? Qualified. ക്വാളിഫൈഡ്. Okay, then suppose consider that there's a lack of audit evidence. Okay, ഒരു lack of audit evidence ഉണ്ട്, and this lack of audit evidence is not material and not pervasive. എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? Unqualified. If the lack of audit evidence is material and pervasive, disclaimer of opinion കൊടുക്കണം. മെറ്റീരിയൽ നോട്ട് പെർവേസീവ് എന്ത് കൊടുക്കുക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിസ് നമ്മൾ ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അതിന്റെ ബേസിസ് കൊടുക്കണം. ഫൈനലി ഒന്നുകൂടെ ഒന്ന് പറയും എല്ലാവരും. ഇഫ് ദർ ഇസ് എ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്, എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? Unqualified. Unqualified. when there is a misstatement which is material and pervasive, adverse opinion കൊടുക്കുക. then when there is a misstatement which is material not pervasive, qualified കൊടുക്കുക. Qualified. when there is a lack of audit evidence which is not material and not pervasive, unqualified കൊടുക്കുക. lack of audit evidence which is material and pervasive, disclaimer of opinion കൊടുക്കുക. material not pervasive, qualified opinion കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിസിലായിരിക്കും ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒപ്പീനിയൻ കൊടുക്കണം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളപ്പോൾ അതിന്റെ ബേസിസിൽ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ മെറ്റീരിയാലിറ്റി പറയാം, അൺകറക്റ്റഡ് മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന്. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
പെർവേസീവ്നെസ് പറയണം. പെർവേസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ടു ലോസ് അല്ലെങ്കിൽ ലോസ് ടു പ്രോഫിറ്റ് റീസ്റ്റേറ്റ്മെന്റ് വരുമോ എന്നുള്ളതാണ് നോക്കുന്നുണ്ടാവുക. ഇനി അതിന് ശേഷം അപ്പം ഇപ്പം ഡിസ്കസ് ചെയ്തതിന്റെ ബേസിസ് മൂന്നാമതായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒപ്പീനിയൻ ഏതാണ് എന്നുള്ള കാര്യം പറയണം. അതേപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ എന്ത് പറയാ, ബേസിസ് ഫോർ ഒപ്പീനിയൻ കൊടുക്കണം. അതായത് ഏത് ഒപ്പീനിയൻ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ബേസിസ് ഫോർ ഒപ്പീനിയൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളായിരിക്കണം ഇമ്പാക്ട് ഓൺ റിപ്പോർട്ടിൻ്റെ അത് വരിക. മെറ്റീരിയാലിറ്റി വരും, പെർവേസീവ്നെസ് വരും, ഒപ്പീനിയൻ വരും, ബേസിസ് ഫോർ ഒപ്പീനിയൻ വരും. അപ്പൊ ഇവിടെ എക്സാമിന് നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. സിനാരിയോ തന്നിട്ട് ചോദിക്കും, വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫർദർ ആക്ഷൻസ് നീഡ് ടു ബി ടേക്കൺ ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു ദ എബോവ് മാറ്റേഴ്സ് എന്ന് ചോദിക്കും. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും, വാട്ട് ആർ ദ റിപ്പോർട്ടിംഗ് ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇഫ് ദി മാറ്റേഴ്സ് റിമെയിൻസ് അൺകറക്റ്റഡ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ മാറ്റേഴ്സ് റിമെയിൻ അൺകറക്റ്റഡ് എന്തൊക്കെ ഇമ്പാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ ഇമ്പാക്ട് പറയുന്നുണ്ടാവുക. മെറ്റീരിയാലിറ്റി, പെർവേസീവ്നെസ്, ഒപ്പീനിയൻ, ബേസിസ് ഫോർ ഒപ്പീനിയൻ. പിന്നെ നോർമലി നമുക്ക് ഇതിന് ഫർദർ ചോദിക്കാറില്ല, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഓൾസോ ബി ചാൻസസ് ദാറ്റ് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ ഏതെങ്കിലും ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ മെൻഷൻ അബൌട്ട് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്. ഏതൊക്കെ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എംഫസിസ് ഓഫ് മാറ്റർ, അതർ മാറ്റർ, കീ ഓഡിറ്റ് മാറ്റർ, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അതും കൂടെ പറയാം നിങ്ങൾക്ക്. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾറെഡി അപ്രോപ്രിയേറ്റ്ലി FSL പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് വിളിക്കുക. അതർ മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾറെഡി പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ കറണ്ട് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്ററായ നമ്മുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചോ റിപ്പോർട്ടിനെ കുറിച്ചോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതേക്കുറിച്ച് പറയാൻ യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് അതർ മാറ്റർ പാരഗ്രാഫ്. കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ഓഡിറ്ററായ നമ്മൾ ദോസ് ചാർജ് വിത്ത് ഗവർണൻസിന്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് അതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്. അത് നമ്മൾ പറഞ്ഞു നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ലിസ്റ്റഡ് ക്ലയൻസിന് വേണ്ടിയിട്ടായിരിക്കും. അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ആനുവൽ റിപ്പോർട്ടും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്തുള്ള ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. So you can use the other information paragraph to mention about the misstatement relating to other information and if the inconsistency is due to the mistake in other information. അല്ലെങ്കിൽ if you want to mention anything relating to other information അതൊക്കെ other information paragraphൽ പറയാം. ആൻഡ് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്, അത് FSL അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യണമെങ്കിൽ അതേ പറ്റിയിട്ട് മാത്രം എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. അപ്പം ഈ പാരഗ്രാഫുകളിൽ ഏതെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അതേക്കുറിച്ചും കൂടെ പറയാം. when you get a question on impact on auditors report. Clear ആയോ? Is that clear everyone? പാരഗ്രാഫ് തെറ്റായിട്ട് കൊടുത്താൽ അതിന്റെ മുകളിൽ ഓഡിറ്റ് ഒപ്പീനിയൻ പറയത്തില്ലല്ലോ. FSL മിസ്റ്റേറ്റ്മെന്റ് മുകളിലല്ല നമ്മൾ ഓഡിറ്റ് ഒപ്പീനിയൻ പ്രസന്റ് ചെയ്യാൻ. ആടാ, നമ്മൾ അത് ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ കേസ് മാത്രമേ അതിനെക്കുറിച്ച് പറയേണ്ടി വരുള്ളൂ. മനസ്സിലായോ? ഇത് പാരഗ്രാഫ് കൊടുക്കേണ്ടി വരുന്ന കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളോട് ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പം ഒരു കമ്പനി, ആ കമ്പനിയിൽ ഒരു കണ്ടിജന്റ് ലയബിലിറ്റി ഉണ്ട് ഡ്യൂ ടു വിച്ച് കമ്പനിയുടെ ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്തേക്കാം. ബട്ട് ആസ് ഓഫ് നൗ കമ്പനി ഗോയിങ് കൺസേണിൽ തന്നെയാണ്, അതിലൊന്നും ഇഷ്യൂ ഇല്ല. ഈ അൺസർട്ടനിറ്റിയെ കുറിച്ച് അവർ ഡിസ്ക്ലോസും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് അൺസർട്ടനിറ്റിയെ കുറിച്ചല്ല, സോറി, കണ്ടിജന്റ് ലയബിലിറ്റിനെ കുറിച്ച് ഡിസ്ക്ലോസും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ കൊടുത്താൽ മതി. പക്ഷേ ഓൾറെഡി അവർ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും കൂടെ എടുത്ത് പറയാൻ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫും കൂടെ യൂസ് ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ്, നമ്മൾ ഗോയിങ് കൺസേൺ റിപ്പോർട്ടിംഗ് പഠിച്ച പോലെ കമ്പനിയുടെ ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ട്. ആ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ഇഷ്യൂ അൺസർട്ടനിറ്റി ആണ്, അത് അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആണ് ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്നതാണോ ആയോണ്ടെന്ന് പറയും. പക്ഷെ പെർവേസീവ് അല്ല, കാരണം അൺസർട്ടനിറ്റി മാത്രമാണ്. സോ ഇറ്റ്സ് നോട്ട് എ മിസ്സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാമെന്ന് പറയാം. ബേസിസ് ഫോർ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ അതർ ഇൻഫർമേഷന്റെ. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതർ ഇൻഫർമേഷൻ തമ്മിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, പക്ഷേ മിസ്സ്റ്റേറ്റ്മെന്റ് അതർ ഇൻഫർമേഷൻ അതായത് തെറ്റ് കാരണം കൊണ്ടാന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് പറയണം? ഇഷ്യൂ മെറ്റീരിയൽ ആണെന്നുള്ള പറയാം, പക്ഷെ പെർവേസീവ് അല്ല, കാരണം എഫ്എസിനെ എഫക്ട് ചെയ്യുന്നില്ല. ദെൻ ഒപ്പീനിയൻ നമ്മൾ അൺമോഡിഫൈഡ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, കാരണം എന്താണ്? ഇറ്റ്സ് നോട്ട് എ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ എഫ്എസിന്റെ അത് മിസ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാൻ പറഞ്ഞാൽ മതി. ബേസിസ് ഫോർ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ബട്ട് അതർ ഇൻഫോർമേഷൻ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം ടു മെൻഷൻ അബൌട്ട് ദ ഇൻകൺസിസ്റ്റൻസി ഡ്യൂ ടു ദ മിസ്റ്റേറ്റ്മെന്റ് ഇൻ അതർ ഇൻഫോർമേഷൻ. ക്ലിയർ ആയോ? അങ്ങനെ. ബട്ട് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. ബട്ട് എങ്ങാനും വന്നാലോ, കാരണം നമ്മുടെ സിലബസിന്റെ പാർട്ടാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പാരഗ്രാഫുകൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. ക്ലിയർ ആയോ? ഓക്കെ. Yes. സാർ, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫില് മിസ്റ്റേക്ക് ആയതാ പറയാ അല്ലല്ല, ഡിസ്കസ് നമ്മൾ ചെയ്യുന്നത്? ദോസ് ചാർജ് വിത്ത് ഗവർണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തു നിന്നും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് എന്ത് വേണേലും നമുക്ക് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിന്റെ അത് പറയാം. ഓക്കെ. അത് നമ്മുടെ ആ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിന്റെ ലെക്ചർ ഒന്ന് എടുത്ത് നോക്കിയാൽ, അതായത് നമ്മുടെ റിയൽ ഫയൽസ് വെച്ച് തന്നെ കുറേ ഡിസ്കസ് ചെയ്തിരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെയും അതേപോലെ തന്നെ റോൾസ് റോയ്സിന്റെ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പെർവേസീവ് ആവില്ലേ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തില്ലേ പെർവേസീവ് ആണോ നിർബന്ധമില്ല. മെറ്റീരിയൽ ആയിരിക്കും, പെർവേസീവ് ആണോ നിർബന്ധമില്ല. അവിടെ ഇപ്പം എന്താ പറയുക, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറുമായിട്ട് നടത്തിയേക്കുന്ന ഒരു ബോണസ് പേ ഔട്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്വിസിഷൻ ഓഫ് ആൻ ഇൻടാഞ്ചിബിൾ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, പെർവേസീവ് ആവുള്ളൂ. ഇപ്പം ബേസിക് ആയിട്ടൊരു 30,000 റുപ്പീസിൻ്റെ ഒരു ലോണ് ഒരു ഫിനാൻസ് ഡയറക്ടർ കൊടുത്തു, അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ ആയിരിക്കും, പെർവേസീവ് ആയിരിക്കില്ല. അപ്പോൾ ഡിസ്ക്ലോഷേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ലേ? ഫണ്ടമെന്റലി ഒരു യൂസറിന്റെ ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പെർവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഡിസ്ക്ലോഷർ വൈസ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു 30,000 രൂപയുടെ ഒരു ഫിനാൻസ് ഡയറക്ടർക്ക് ഒരു എന്താ പറയുക ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കമ്പനി വാങ്ങാൻ വരിക, അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കമ്പനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണോ അത്? അല്ല. അത് നമ്മൾ പറഞ്ഞ് ഫണ്ടമെന്റൽ ടു ദ യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്ങിന് എഫക്ട് ചെയ്യുന്ന ഒരു ഡിസ്ക്ലോഷർ, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലാണ് പെർവേസീവ് ആവുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ഡിസ്ക്ലോഷർ. മനസ്സിലായോ? യെസ് സർ, താങ്ക്സ് സർ. എല്ലാ ഡിസ്ക്ലോഷേഴ്സും ആവണമല്ലോ അല്ല കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ക്വിക്ലി പറയാം. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫെർദർ ആക്ഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മെറ്റീരിയാലിറ്റി പറയണം, ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വെൻ റോങ് പറയണം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയണം. ഫെർദർ ആക്ഷൻസ് പറയുന്ന സമയത്ത് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് പറയാം, അതേപോലെ തന്നെ ഡിസ്കസ് വിത്ത് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് പറയണം. ദെൻ അവിടെ എന്തായിരിക്കും ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത് പറയാം. ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറയണം, ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറയാം. ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ആണെന്ന് പറയാം, അൺകറക്റ്റഡ് മിസ്റ്റേക്ക് പെർവേസീവ് ആണെന്ന് പറയണം, ഒപ്പീനിയൻ പറയണം, ബേസിസ് ഒപ്പീനിയൻ പറയണം. എക്സ്പ്ലനറ്ററി പാരഗ്രാഫിന് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ മാത്രം എക്സ്പ്ലനറ്ററി പാരഗ്രാഫിന്റെ യൂസേജിനെ കുറിച്ചും പറയണം. ക്ലിയർ അല്ലേ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ രീതിയിലായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്, ഫെർദർ ആക്ഷൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ. ഇനി നമ്മളോട് അടുത്ത് ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്. ഇങ്ങനെ ചോദിക്കും, explain the matters which should be discussed with the management in relation to the uncorrected misstatement. Assuming the management does not adjust any of the misstatement, discuss effect on audit opinion and audit report. ഇനി മറ്റൊരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തായിരുന്നു. അവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം റിക്വയർമെന്റ് നോക്കി കഴിഞ്ഞാൽ explain the matters which should be discussed with the management in relation to the uncorrected misstatement. Assuming management does not adjust the misstatement identified, evaluate the effect of each on audit opinion. ഇത് രണ്ട് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ either way നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുണ്ട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കസ്ഡ് വിത്ത് ദ മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫെർദർ ആക്ഷനും മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റേഴ്സ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വെൻ റോങ്, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എഴുതുക. നോർമലി എഴുതുന്ന പോലെ തന്നെ മാറ്റേഴ്സ് എഴുതുക. എന്നിട്ട് ഫെർദർ ആക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതാറുള്ള ഈ ഫുൾ കഥ എഴുതണ്ട, പകരം ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. മാറ്റേഴ്സും ഡിസ്കസ് വിത്ത് മാനേജ്മെന്റും മാത്രം എഴുതാം. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തും കൂടി എഴുതണം എന്ന് പറഞ്ഞു, നമ്മൾ എന്താണോ റിപ്പോർട്ടിന് മേലെയുള്ള ഇംപ്ലിക്കേഷൻ അതും കൂടെ പറയണം. കാരണം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്
വാട്ട് വിൽ ബി ദ ഇഫക്ട് ഓഫ് ഈച്ച് ഓഫ് ഓഡിറ്റ് ഒപ്പീനിയൻ. അപ്പം ഇവിടെ റിപ്പോർട്ടിന് മേലുള്ള ഇംപ്ലിക്കേഷൻ എന്ന് നമ്മൾ മെറ്റീരിയാലിറ്റി, പെർവേസീവ്നെസ്, ഒപ്പീനിയൻ, ബേസിസ് ഫോർ ഒപ്പീനിയൻ, എക്സ്പ്ലനറി പാരഗ്രാഫ് എഴുതാറുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയനാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒപ്പീനിയൻ വരെ മാത്രം എഴുതിയാൽ മതി. മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണെന്ന് എഴുതുക, പെർവേസീവ് ആണെന്ന് എഴുതുക, ഒപ്പീനിയൻ എഴുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 സിനാരിയോ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് നോക്കിയേ, എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു ദ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്. അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചു, ഇഫ് ദി മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് ദ മിസ്റ്റേറ്റ്മെന്റ്, ഇവാലുവേറ്റ് ദി ഇഫക്ട് ഓഫ് ഈച്ച് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ. മാനേജ്മെന്റ് ഈ മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓരോന്നും ഓഡിറ്റ് ഒപ്പീനിയന് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആൻസർ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ 2 കേസസ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളോടൊരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷന്റെ കേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഹെഡിങ് കൊടുക്കുക, മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതുക, ഒപ്പീനിയന് മേലെ വരുന്ന ഇമ്പാക്ട് എഴുതുക. ദെൻ അടുത്ത ഹെഡിങ് കൊടുക്കുക, പ്രൊവിഷൻ, മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതുക, ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ എഴുതുക. ബട്ട് അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ബോസ്റ്റൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അവിടെ ഒരു സ്ലൈറ്റ് വേരിയേഷൻ ആണ് വന്നിട്ടുള്ളത്. ബോസ്റ്റണിൻ്റെ അകത്ത് വന്നേക്കുന്ന വേരിയേഷൻ എന്താ? നിങ്ങളോട് ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഇൻ റിലേഷൻ ടു ദ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ ഇവിടെയും മാറ്റേഴ്സ് ടു ബി ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അസ്യൂമിങ് മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് എനി മിസ്റ്റേറ്റ്മെന്റ്, ഡിസ്കസ് ഇഫക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. കുറച്ച് മുന്നേ നമ്മളോട് ചോദിച്ചു ഓരോ മിസ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പാക്ട് ഓൺ ഒപ്പീനിയൻ എന്താണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, മേലെ പറഞ്ഞ മിസ്റ്റേക്കുകളൊന്നും അവർ കറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും അതേപോലെ തന്നെ ഓഡിറ്റ് ഒപ്പീനിയനും മേലെ വരാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംപെയർമെന്റ് എന്ന് പറയുന്ന കേസ് ഉണ്ട്, അതിന്റെ മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതുക. ബോറോയിങ് കോസ്റ്റിന്റെ മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതുക. ഇൻവെസ്റ്റ്മെന്റിന്റെയും മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതുക. ഇവിടെ ഓരോന്നിനും ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ള പറയണ്ട, പകരം നെക്സ്റ്റ് ഒരു മെയിൻ ഹെഡിങ് കൊടുക്കുക, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന്. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ ഈ ടോട്ടൽ മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ എന്ന് നോക്കണം. ടോട്ടൽ മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട്, അൺകറക്റ്റഡ് മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്ന് നോക്കുക. അതിന്റെ ബേസിസിൽ ഒപ്പീനിയൻ എന്താ കൊടുക്കേണ്ടതെന്ന് പറയാം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്താണെന്ന് കൊടുക്കേണ്ടതെന്ന് പറയാം. ഓരോ ഇൻഡിവിജ്വൽ ഇമ്പാക്ട് പറയേണ്ട, കമ്പൈൻഡ് ഇമ്പാക്ട് പറഞ്ഞാൽ മതി. ബട്ട് അവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടാവുക ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കൂടി ടോട്ടൽ മിസ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ടോട്ടൽ എടുക്കരുത്. വി നോ ദാറ്റ് ഡെബിറ്റ് വിൽ ഓൾവേസ് ബി എ പോസിറ്റീവ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് വിൽ ബി നെഗറ്റീവ് ബാലൻസ്. സോ പ്ലസും മൈനസും കൂടെ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി നെറ്റ് എമൗണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വേണം എടുക്കാൻ. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മാനേജ് ചെയ്തുകൊണ്ട് എടുക്കാൻ. ക്രെഡിറ്റ് ഷുഡ് ഓൾവേസ് ബി നെഗറ്റീവ് ഫിഗർ ആൻഡ് ഡെബിറ്റ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ് ഫിഗർ. അപ്പം ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കണം നമ്മൾ പോസിറ്റീവ് ഫിഗർ ആയിട്ട് എടുക്കേണ്ടത്? അസറ്റിന്റെ അകത്ത് വരുന്ന മിസ്റ്റേറ്റ്മെന്റ്, എക്സ്പെൻസ്, ലോസ്, ഇതെപ്പോഴും പോസിറ്റീവ് ബാലൻസ് ആയിട്ട് എടുക്കുക. ലയബിലിറ്റി, ഇൻകം, ഗെയിൻ, ഇതെപ്പോഴും നെഗറ്റീവ് ബാലൻസ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ. അപ്പം ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ വൈൽ ഗിവിംഗ് ആൻസേഴ്സ് റിലേറ്റിംഗ് ടു മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. ഇനി മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഫർദർ പ്രൊസീജിയർ. മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഫർദർ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അവിടെ മാരകമായിട്ടൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മാറ്റേഴ്സ് ഓരോന്നും എഴുതുക. സാധാരണ പോലെ തന്നെ മെറ്റീരിയാലിറ്റി എഴുതുക, കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതുക, വാട്ട് വെന്റ് റോങ് എഴുതുക, ഇമ്പാക്ട് ഓൺ എഫ്എസ് എഴുതുക. പക്ഷെ അതിന്റെ കൂടുതൽ ആഡ് ഓൺ ചെയ്യേണ്ടത് എന്താണ്? ഫർദർ പ്രൊസീജിയർ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടെ എഴുതുക. നമ്മൾ തേർമാൻ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അവിടെ നിങ്ങൾക്ക് സിനാരിയോ തന്നിട്ട് നിങ്ങളോട് പറയും, ഓഡിറ്റർ ഓൾറെഡി ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് മാറ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്, എന്താണ് ഫർദർ ആക്ഷൻസ് ചെയ്യേണ്ടത്, ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഫർദർ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് എഴുതേണ്ടത്. അപ്പം ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിനാരിയോ തന്നിട്ടുണ്ട്. മാറ്റേഴ്സ് ആൻഡ് ഫർദർ പ്രൊസീജിയർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ആൻഡ് ഗോയിങ് കൺസേൺ റിലേറ്റ് ചെയ്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്, ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതായിരിക്കും മാറ്റേഴ്സ് ആൻഡ് ഫർദർ പ്രൊസീജിയർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ? ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിക്കാറുള്ള സാധനമാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ്. അപ്പം നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, യൂസിങ് ദ ഇൻഫർമേഷൻ കമന്റ് ഓൺ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഓഡിറ്റ് എവിഡൻസ് യു വുഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഡ്യൂറിംഗ് യുവർ റിവ്യൂ ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഇൻ റിലേഷൻ ടു ദ ഇഷ്യൂസ് ഐഡന്റിഫൈഡ്. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതിൻ്റെ മേലെ കമന്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, ആരോ ഇതിനു മുന്നേ ഓഡിറ്റ് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും ഓഡിറ്റ് എവിഡൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ചോദിക്കുന്ന സമയത്ത് നോർമലി നിങ്ങൾ എഴുതാറുള്ള പോലെ തന്നെ മാറ്റേഴ്സ് എഴുതുക. ബട്ട് ഓഡിറ്റ് എവിഡൻസ് എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ എന്താണോ സാധാരണ പ്രൊസീജിയർ ആയിട്ട് എഴുതാറുള്ളത് അത് പാസ്റ്റിലേക്ക് ആക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രൊസീജിയർ പ്ലസ് ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ പേർപ്പസ് ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്തൊക്കെയായിരിക്കും വർക്കിംഗ് പേപ്പേഴ്സിൽ ഉണ്ടാവുന്ന അതും പേർപ്പസും മാത്രം പറഞ്ഞാൽ മതി. വിച്ച് മീൻസ് നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ നിങ്ങൾ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് ടു കൺഫേം ഡാഷ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്കഷൻ നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഒബ്റ്റെയിൻ റിട്ടൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് പകരം എന്തായിരിക്കും ഉണ്ടാവുക, എ കോപ്പി ഓഫ് റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഒബ്റ്റെയിൻ എന്നുള്ള ടേം യൂസ് ചെയ്യേണ്ട. ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറയുന്നതിന് പകരം എ കോപ്പി ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. എ റിവ്യൂ ഓഫ് കറസ്പോണ്ടൻസ് ഉണ്ടാവും. റീകാൽക്കുലേഷൻ ഷീറ്റ് അല്ലെങ്കിൽ റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ഉണ്ടാവും എന്ന് പറയാം. ആൻ അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം. എ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് ഉണ്ടാവും. എ റിവ്യൂ ഓഫ് ബോർഡ് മിനിറ്റ്സ് നടത്തിയിട്ടുണ്ടാവും. എ റിവ്യൂ ഓഫ് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ടാവും. ഈ രീതിയിൽ പറഞ്ഞു പോയാൽ മതി. വിച്ച് മീൻസ് നമ്മൾ ഓരോന്നും പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസിലായിരിക്കും പറയുന്നുണ്ടാവുക. അവിടെ ഇന്നിന്ന എവിഡൻസുകൾ ഉണ്ടാവും എന്ന് മാത്രമായിരിക്കും പറയാം. പകരം നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിട്ട് പറയരുത്. ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ് ഹിയർ. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ഓഡിറ്റ് എവിഡൻസ് വരുന്നുണ്ടാവുക. സോ വെനെവർ യു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഓഡിറ്റ് എവിഡൻസ് അവിടെ എപ്പോഴും അവിടെ നമ്മൾ എപ്പോഴും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെനെവർ യു ഗീവ് ആൻസർ സ്പെസിഫിക്കലി അവിടെ എന്തിനെ കുറിച്ച് വേണം പറയാൻ വേണ്ടിയിട്ട്, ഓൾറെഡി എത്രയാണോ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് അതിനെ കൺവേർട്ട് ചെയ്ത് എവിഡൻസ് ആക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്, ആദ്യം നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതും, പ്രൊസീജിയേഴ്സ് എഴുതിയിട്ട് നമ്മൾ എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബട്ട് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് അത്രയും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാലോചിച്ച് നോക്കുക. ആൻസർ എഴുതുമ്പോൾ തന്നെ പ്രൊസീജിയർ കൺവേർട്ട് ചെയ്ത് എവിഡൻസ് ആയിട്ട് തന്നെ എഴുതി പോവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ ഫൈൻ. യെസ്, എന്താണ് ഡൗട്ട് ചോദിച്ചത്? അല്ല, ഇപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയുടെ കേസിൽ എത്ര മാറ്റേഴ്സ് ആണ് എഴുതേണ്ടത്, അതുപോലെ തന്നെ എത്ര ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് എഴുതേണ്ടത്? ആകെ 7 മാർക്കിനല്ലേ ചോദിച്ചത്? എത്ര മാറ്റേഴ്സ് ആണ് എഴുതേണ്ടതെന്ന് ഉദ്ദേശിച്ചത് എന്താ? എത്ര നമ്പർ ഓഫ് മാറ്റേഴ്സ് എഴുതണം എന്നാണോ? അതെ അതെ അതെ. മാറ്റേഴ്സ് നമുക്ക് എത്രയാണോ സിനാരിയിലുണ്ടോ അത്രയും മാറ്റേഴ്സ് എഴുതണം. നോർമലി പ്രൊപ്പോർഷനലി ആയിരിക്കും നമ്മൾ മാർക്ക് എടുക്കുന്നുണ്ടാവുക. യു വിൽ ബി ഗെറ്റിംഗ് അപ് ടു 3 to 3.5 മാർക്ക് പെർ മാറ്റർ. അപ്പം കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്ന സമയത്ത് പ്രോബബ്ലി അവിടെ എന്തുണ്ടാവുള്ളൂ, ഒരു സെറ്റ് ഓഫ് മാറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് 3.5 മാർക്സിനുള്ളത് എഴുതുക. സോ 3.5 ആയിരിക്കും മാക്സിമം കിട്ടുന്നതെന്ന് അസ്യൂം ചെയ്ത് എഴുതുക. ബാക്കി റിമൈനിങ് മാർക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഓഡിറ്റ് എവിഡൻസ് എഴുതുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 1 മാർക്ക് പെർ ഓഡിറ്റ് എവിഡൻസ്. ഇപ്പൊ 7 മാർക്കിന് ചോദിക്കുമ്പോൾ മാക്സിമം അപ് ടു 4 പോയിന്റ്സ് എഴുതിയാൽ മതി എവിഡൻസ് ആയിട്ട്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ആ രീതിയിലായിരിക്കും എഴുതുക. പ്രൊസീജിയേഴ്സിനാണെങ്കിലും 1 മാർക്ക് ഈച്ച് ആയിരിക്കും പ്രൊസീജിയേഴ്സിന് വരിക കേട്ടോ. ഓക്കെ ഓൾറൈറ്റ്. സോ അപ്പൊ നാളെ എല്ലാവരും ഒരു കാര്യം ചെയ്യുക. നമ്മളപ്പോൾ ഇന്ന് ഇത്രയും ടോപ്പിക്സ് ആണ് റിവൈസ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് ഇന്നത്തെ റിവിഷനെ ബേസ് ചെയ്ത് നാളെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പം നാളെ വരുന്ന സമയത്ത് ഈ ഹാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ റിവിഷൻ കിറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഹാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കുക്കു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യണം. ബ്രൂട്ടൺ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ബർട്ടൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് ക്വാളിറ്റി മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ല. സോ നമ്മളിന്ന് റിവൈസ് ചെയ്ത മാറ്റേഴ്സിന്റെ ഏരിയയാണ് കുക്കു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ഈ കുക്കു എന്ന് പറയുന്ന ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഹാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യനും നാളെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വരണേ. വായിച്ചിട്ടില്ല, ആൻസർ എഴുതിയിട്ട് തന്നെ വരണം കേട്ടോ. പിന്നെ അവിടെ അതേപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നാളെ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ നാളെ അഡീഷണൽ വർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നാളെ 2 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നാളെ വരുന്ന സമയത്ത് എല്ലാവരും ഓഡിറ്റ് റിസ്കിന്റെ ഏരിയാസ് ഫുള്ള് വായിച്ചിട്ട് വരിക. ബിസിനസ് റിസ്കിന്റെ ഏരിയാസ് ഫുള്ള് വായിക്കണം. അതേപോലെ തന്നെ എത്തിക്സിന്റെ ഏരിയാസ് ഫുള്ള് റിവൈസ് ചെയ്തിട്ട്, എത്തിക്സിന്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. കോമൺ എത്തിക്കൽ ത്രെട്ടും സേഫ് ഗാർഡ്സും അതിന്റെ നോട്ട്സും വായിക്കണം. അതിന് ശേഷം ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനും കൂടെ കൺസിഡർ ചെയ്യണം കേട്ടോ. ആൻഡ് either way ക്വസ്റ്റ്യൻ 2 ചെയ്ത് തീർത്തിട്ട് വേണം, കാരണം ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നാളെ ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യുക, മറ്റന്നാൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? Yes. ഓൾറൈറ്റ്. Yes, sir. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പർലി നോക്കിയിട്ട് വരിക, ഏറ്റവും നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് വരിക കേട്ടോ. ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു. ബൈ. Thank you. Thank you so much. താങ്ക് യു. ബൈ.